بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. خير الناس أنفعهم للناس. صدق شفيعنا رسول الله صلى الله عليه وسلم. يا خير من دفنت بالقاع يعظمه وطاب من طيبهن القاع واللكم. نفسي الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحباك فلا أنساهما أبدا. مني السلام عليكم ما جرى القلم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സമാദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, മുതഅല്ലിംകളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പ്രായവും ക്ഷീണവും ഒന്നും വകവെക്കാതെ ശൈഖുന കോട്ടൂർ ഉസ്താദ് നമ്മുടെ ഈ സദസ്സിലെത്തി ദുആ നടത്തി വളരെ ഹൃദയസ്പൃക്കായ ഉപദേശങ്ങളും നടത്തി തന്നു. അല്ലാഹു തആല അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ദീനീ ഖിദ്മത്തിലായി അവരുടെ തണല് ആസ്വദിക്കാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും സർവ ജനങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു.
വളരെ പ്രധാനപ്പെട്ട രണ്ട് ഉറൂസുകളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. വളരെ കൂടുതൽ കാലം ജനങ്ങൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്നും ആ ജീവിതത്തിൻ്റെ ഓരോ താളുകളും മറച്ചു നോക്കിയാൽ കൂടുതൽ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഫാത്തിഹു ബൈത്തുൽ മഖ്ദിസ് ഷെയ്ഖ് സ്വലാഹുദ്ദീൻ സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഉറൂസ് മുബാറക്കും ബഹുവന്യരായ ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഉറൂസുമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഭരണം നടത്തിയ രാജാവായി മാത്രം കണ്ടാൽ പോരാ. അതിലപ്പുറം ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് വിശുദ്ധ ദീൻ കൊണ്ട് വലിയ സമാധാനം നൽകിയ പരിഷ്കർത്താക്കളിൽ ഒരു വലിയ മഹാനുഭാവനാണ് അദ്ദേഹം. ഉറൂസായതുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ മാത്രം ബറക്കത്തിന് വേണ്ടി സൂചിപ്പിക്കുകയാണ്. ഒരു രാജാവ് എന്ന അർത്ഥത്തിൽ ആകുമ്പോൾ ഭരണ ചക്രവും കറക്കി നാട്ടിൽ വേണ്ട സേവനങ്ങളും പുരോഗതികളൊക്കെ വരുത്തി അവനവനും അടുത്ത തലമുറകൾക്കും പരമ്പരകൾക്കും ജീവിക്കാനും ഭരിക്കാനുമുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടാക്കി വെച്ച് ഭരണം നടത്തിപ്പോയ ആളല്ല സുൽത്താൻ സ്വലാഹുദ്ദീനുൽ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി. തീർത്തും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ആ വഴിയിൽ ജീവിതം മുന്നോട്ട് നയിച്ചപ്പോൾ നല്ല കരുത്തുള്ള ഈമാനും അള്ളാഹു സ്വീകരിക്കുന്ന സുഹൃത്തുക്കളുമായി നടക്കുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത ആ വലിയ സമ്മാനം ഏറ്റുവാങ്ങിയ ആളുകളിൽ ഒരു മഹാനുഭാവനാണ്. നല്ല ഈമാനും നല്ല കർമ്മങ്ങളുമായി നടക്കുന്ന ആളുകൾ നേതൃ പദവിയിലേക്ക് ഉയർന്നു വരുമ്പോൾ അള്ളാഹു അവർക്ക് നൽകുന്ന സംവിധാനങ്ങൾ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. നല്ല ഈമാനോടെയും സുഹൃതങ്ങളോടെയും നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു വഅദ് ചെയ്തിരിക്കുന്നു, വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്താണ് അള്ളാഹുവിന്റെ വാഗ്ദാനം? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ പ്രാതിനിധ്യം നൽകും. നമ്മളൊക്കെ പ്രതിനിധികളാണ്, നമ്മുടെ വീട്ടിലും കുടുംബത്തിലും മഹല്ലത്തിലും മാത്രമായിരിക്കും. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, മുൻഗാമികൾക്ക് അല്ലാഹു തആല പ്രാതിനിധ്യം നൽകിയതുപോലെ അവരുടെ വാക്കിന് വലിയ സ്വീകാര്യതയും അവരുടെ പ്രഖ്യാപനത്തിന് വലിയ അംഗീകാരവും അവരൊരു കാര്യത്തിന് മുന്നോട്ട് നിന്നാൽ അത് നടത്തിക്കിട്ടാൻ യാതൊരു പ്രയാസവുമില്ലാത്ത അവസ്ഥയും അല്ലാഹു നൽകും. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. അവിടെ ഖുർആൻ മുഫസ്സിറുകൾ ഉദാഹരിച്ചത് കാണാം. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മഹാനുഭാവനും വിശ്വാസികളും ദുർബലരായി കഴിഞ്ഞിരുന്നു. ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്കൊന്ന് അടുത്തു നോക്കാൻ പോലും കഴിയാതെ ശ്രേഷ്ഠ കുടുംബമായ ബനു ഇസ്രായേൽ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലുള്ള സന്തതികൾ, നല്ല വിശ്വാസത്തോടെയും നല്ല ബഹുമാനത്തോടെയും നടന്നിരുന്നവർ. പക്ഷേ അവർ അകറ്റി നിർത്തപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലായിരുന്നു.
ദുർബലരായതുകൊണ്ട് തന്നെ സദാസമയത്തും പീഡനമുറകൾ അനുഭവിക്കേണ്ടി വന്നവരായിരുന്നു. തീർത്തും ഈമാനോടെ ഇഖ്ലാസോടെ നല്ല അമലുകളോടെ മുന്നോട്ട് പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയാണ് പിന്നെ ആ നാടിന്റെ അധിപന്മാരാക്കി മാറ്റിയത്. ഖുർആൻ അത് പറയുന്നുണ്ട്, വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ. ആ ഭൂമി, മിസ്ർ എന്ന് പറയുന്ന വലിയ രാഷ്ട്രം, മറ്റൊരു ജനവിഭാഗത്തിന് നമ്മൾ അനന്തരമായി കൊടുത്തു. അത് കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനും അനുയായികൾക്കുമാണ്. എങ്ങനെയാണ് ആ അനന്തരം കിട്ടിയത്? നല്ല ഈമാനോടെ ഇഖ്ലാസോടെ പ്രവർത്തിച്ച് മുന്നേറിയപ്പോൾ അല്ലാഹു തആല നൽകിയ ഒരു വാഗ്ദത്തമാണത്. ആ വാഗ്ദാനം അല്ലാഹു നടപ്പിലാക്കി കൊടുത്തു. ഈ നാടിന്റെ ഭരണം നാറ്റി പിടിച്ചടക്കാനല്ല ഞാൻ പറയുന്നത്. പിന്നെയോ എല്ലാ ജനവിഭാഗങ്ങൾക്കും സമാധാനം കിട്ടും. സുൽത്താൻ സലാഹുദ്ദീനുൽ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അറിയപ്പെടുന്നത്, എല്ലാ കിതാബുകളും നോക്കിയാൽ ഫാത്തിഹു ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസ് മോചിപ്പിച്ച ആള് എന്നാണ്. എങ്ങനെ? രക്തരഹിത പോരാട്ടത്തിലൂടെ, രക്തരൂക്ഷിതമായ പോരാട്ടത്തിലൂടെയല്ല, ആരുടെയും രക്തം ചിന്തിക്കാതെ, ആളുകളെ പരസ്പരം കടിച്ചു കീറാതെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന് സധൈര്യം കിട്ടേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി മഹാനവറുകൾ ഉറച്ച നിലപാടോടുകൂടെ വന്നപ്പോ ചരിത്രത്തിൽ കാണാം, ബൈത്തുൽ മഖ്ദിസിന്റെ ഉള്ളിൽ മോചനം ലഭിക്കുന്നതിന്റെ മുമ്പ് മഹാനവറുകൾ ഒറ്റക്ക് താമസിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കൊക്കെ പേടിയായിരുന്നു. പലരും ഇടക്കിടക്ക് പോയിട്ട് പറയും, നിങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പോരണം. സൈന്യം ഒന്നാകെ ഇളകി വന്നാൽ അവര് അക്രമല്ലാതെ മറ്റൊന്നും അവരെ മുന്നിലുണ്ടാകൂല. പക്ഷേ സലാഹുദ്ദീനുൽ അയ്യൂബി അവരോട് പറഞ്ഞത്, അള്ളാഹുവിലുള്ള വിശ്വാസവും പരിശുദ്ധമായ ദീനിന്റെ കർമ്മങ്ങൾ നല്ല നിലക്ക് കൊണ്ടു നടക്കുന്നത് കൊണ്ട് എനിക്ക് അത്തരത്തിലുള്ള പേടിയൊന്നുമില്ല. നല്ല ഉറച്ച ധൈര്യം അല്ലാഹു തആല നൽകിയതാണ്. ചെറിയ ധൈര്യമൊന്നുമല്ല. എത്ര ലക്ഷക്കണക്കിന് പടയാളികളെ കണ്ടാലും നമ്മളൊന്ന് പിന്മാറിപ്പോവുക എന്നൊരു ആലോചന പോലും നടത്താതെ മുന്നിൽ നിന്ന് നയിച്ച മഹാനാണ് സുൽത്താൻ സലാഹുദ്ദീനുൽ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി. അതിനുള്ള മാനദണ്ഡം ഈമാനും സുഹൃതങ്ങളുമായിരുന്നു. അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു തആല അങ്ങനെ ഒരു പ്രാതിനിധ്യം ഭൂമിയിൽ നൽകും. അവരെ വാക്കിന് വലിയ അംഗീകാരം നൽകും. നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലുമുള്ള മഹത്തുക്കൾക്കൊക്കെ അല്ലാഹു നൽകിയ അംഗീകാരം അങ്ങനെയാണ്. എല്ലാ ജനങ്ങളും ജാതി മത വ്യത്യാസമന്യേ അവരെ അംഗീകരിച്ച് അനുസരിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള കാരണവും ഈമാനും സ്വാലിഹായ അമലുകളെയും കൊണ്ട് അല്ലാഹു തആല അവർക്ക് നൽകിയ ആ ഒരു വല്ലാത്ത അംഗീകാരമായിരുന്നു. ഒരുപക്ഷെ നാട്ടുകാരുടെ കാഴ്ചക്കാരിൽ പരിഷ്കാരങ്ങളൊന്നും അവരെ തൊട്ട് തീണ്ടിയിട്ടുണ്ടാകൂല. പക്ഷേ അവരുടെ ആ ത്യാഗവും അവരുടെ ആ നല്ല മനോഭാവവും ഇഖ്ലാസുള്ള അമലും അള്ളാഹുവിൽ നിന്നുള്ള അംഗീകാരമാണ് അവർക്ക് വാങ്ങിക്കൊടുത്തത്. അങ്ങനെയാണല്ലോ മഹാന്മാരും. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ തലയെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി റോം ചക്രവർത്തി ഒരു ദൂതനെ വിട്ടു വിശുദ്ധമായ മദീനയിലേക്ക്. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഭരണം നടത്തുന്നത്. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരം എവിടെയെന്നാണ് ദൂതൻ വന്ന് ചോദിക്കുന്നത്. ഉമർ റളിയല്ലാഹുവിന്റെ കൊട്ടാരം എവിടെയെന്ന്. അവ ജനങ്ങൾ പറഞ്ഞു, കൊട്ടാരൊന്നുമില്ല, അതാ ആ കാണുന്ന കുടിലാണ് താമസിക്കുന്നത്. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ കുടിലിൽ ഇല്ല. പിന്നെ എവിടെ കാണും? അദ്ദേഹം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു പല ഭാഗത്തേക്കും. അപ്പോഴതാ കാണുന്നു, നടത്തത്തിനിടയിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഏകനായി വിശ്രമിക്കുന്നു. അംഗരക്ഷകരില്ല, പരിവാരങ്ങളാരും കൂടെയില്ല. എന്തെങ്കിലും സ്വന്തം ശരീരത്തിന്റെ കാവലിന് വേണ്ടി സൂക്ഷിച്ചു വച്ച എന്തെങ്കിലും ഉപകരണങ്ങളോ മറ്റോ ഒന്നും കയ്യിലില്ല. മരുഭൂമിയെ തന്നെ വിരിപ്പും പുതപ്പുമാക്കിയിട്ട് അങ്ങനെ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇൻക ശുക്രൻ, എനിക്കുണ്ട് തന്നെ ധാരാളം സന്തോഷം. അപ്പോ
കൊട്ടാരത്തിലൊന്നും താമസിക്കാതെ ചെറിയ കുടിലിൽ താമസിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, വിചാരിക്കരുത് സഹോദരങ്ങളെ, സാമ്പത്തികമായി പുരോഗതി ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ആയത് എന്ന് വിചാരിക്കരുത്. ഏറ്റവും അധികം ഖലീഫമാരിൽ ഫത്ഹ് നടന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. ഞാൻ ആ ചരിത്രത്താളുകളിലേക്ക് പോകുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലല്ല, ചുരുങ്ങിയ ഭരണം നടത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലല്ല. ഏറ്റവും വലിയ ഫത്ഹ് വിജയം നടന്നത്, വിവിധ രാഷ്ട്രങ്ങളിലുള്ള വിജയം നടന്നത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. കിസ്റ പോലും വിശുദ്ധ ഇസ്ലാമിന്റെ കീഴിൽ വന്നത് ആ കാലഘട്ടത്തിലാണ്. അത്രയും വലിയ പ്രൗഢിയുള്ള, ഇഷ്ടംപോലെ സ്വത്ത് ഇസ്ലാമിക ലോകത്തുള്ള ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷേ അവരുടെ ത്യാഗ മനോഭാവം ഒരു വല്ലാത്ത സൗന്ദര്യമാണ്. നമ്മളൊരു പക്ഷേ ആശിച്ചാലും കിട്ടാത്ത ഒന്നാണ് ത്യാഗ മനോഭാവം എന്ന് പറയുന്നത്. അതിനൊരു വല്ലാത്ത ധൈര്യം വേണം, വല്ലാത്ത ഈമാനും തഖ്വയും വേണം. അതൊക്കെ മതിയെന്ന് മതിയാക്കാൻ കഴിയുന്ന ഒരു ചിന്തക്ക് തന്നെ ഈ കാലഘട്ടത്തിൽ വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. അല്ലാഹു നിനക്ക് തന്ന വിഹിതം കൊണ്ട് നീ പൊരുത്തപ്പെട്ട് ജീവിക്കണം. എന്നാൽ തകുൻ അഗ്നന്നാസ്, നീ ജനങ്ങളിൽ ഏറ്റവും നല്ല സമൃദ്ധിയുള്ള ആളാണ്. ജനങ്ങളിൽ ഏറ്റവും വലിയ സമൃദ്ധിയുള്ള ആളാണ്. കാരണം നിന്റെ മനസ്സ് നിറയെ പൊരുത്തമാണ്. അള്ളാഹു വിഹിതിച്ചു തന്നത് ധാരാളമാണെന്ന ചിന്തയാണ്. മുകളിലേക്ക് ചിന്തിക്കുമ്പോ ഉപ്പാപ്പമാരെ കാലത്തിലേക്ക് ചിന്തിക്കുമ്പോ ശരിയാണ്, അവര് കാണാത്ത സൗകര്യങ്ങൾ മുഴുവനും നമ്മൾ കയ്യിലടക്കിയിരിക്കുന്നു. അവര് കാണാത്ത ഉപകരണങ്ങളിലൂടെ നമ്മൾ ലോകത്ത് വിസ്മയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അവരുപയോഗിക്കാത്ത ഉപകരണങ്ങൾ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാ നിലക്കും വിശാലത കൂടുതലുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരച്ചുവട്ടിൽ കഴിയാൻ മാത്രം ഫഖീറായിട്ട് കരുതരുത്. അവരുടെ ത്യാഗത്തിന്റെ സൗന്ദര്യമാണ്. സമ്പത്ത് ഇഷ്ടം പോലെ കുമിഞ്ഞുകൂടിയ ഭരണല്ലേ. സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത കാലം എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹുവിന്റെ കാലാണ്. അങ്ങനെ ഉണ്ടോ പിൽക്കാലത്തൊരു സംഭവം? ഇപ്പൊ എവിടെയെങ്കിലും കാണാൻ കിട്ടുമോ? സക്കാത്ത് വാങ്ങാൻ ഇസ്ലാമിക ലോകത്ത് ആളുകളില്ലാത്തത് കൊണ്ട് വിവിധ പ്രവിശ്യകളിൽ നിന്ന് സ്വത്ത് കേന്ദ്ര ഭരണ പ്രദേശമായ മദീനയിലേക്ക് കൊടുത്തയച്ചു. ആ നാട്ടിലെ ഭരണാധികാരികൾ, ഗവർണർമാർ ഉമർ റളിയല്ലാഹുവിന് തിരിച്ച് കത്തെഴുതിയിട്ട് ചോദിച്ചു, അവിടുത്തെ സ്വത്ത് ഇങ്ങോട്ട് എന്തിനാ കൊടുത്തയച്ചത്? അത് അവിടെ ചെലവഴിക്കാനുള്ളതല്ലേ? അപ്പൊ അവര് തിരിച്ചു മറുപടി ചെയ്ത്, ഇവിടെ വാങ്ങാൻ ആളില്ല, ഫഖീർ മിസ്കീന്, കടക്കാരൊന്നുമില്ല. നമ്മൾ ഈ സമാനം ചിന്തിച്ചു നോക്ക്, അങ്ങനെയാണോ? ഇനി ഒന്നുമില്ലെങ്കിലും കടക്കാരെല്ലായിടത്തും ഉണ്ട് അല്ലേ? ഇഷ്ടംപോലെ ഉണ്ട്. ആവശ്യത്തിന് കടം വാങ്ങിയതാണ്, പിന്നെ വീട്ടാനുള്ള തൗഫീഖിന് വേണ്ടി അങ്ങനെ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇരിക്കട്ടെ, ഇപ്പൊ ആവശ്യക്കാർ ഏറെയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അത്രയും സാമ്പത്തിക പുരോഗതി ഉണ്ടായിട്ടും അല്ലാഹു തആല അവർക്ക് നൽകിയ സുഹുദ്, ആ സുഹുദ് കൊണ്ടാണ് മരച്ചുവട്ടിൽ ഒറ്റക്കങ്ങനെ വിശ്രമിക്കുന്ന ഖലീഫ. യാതൊരു പേടിയില്ലാത്ത ഉറക്കം. നമ്മളെ സൗകര്യമുള്ള വീട്ടിൽ തന്നെ ഒറ്റക്ക് കിടന്നുറങ്ങാൻ നമുക്ക് പേടിയാണ്. ഇത് പുറത്താണ്, ഒരു മരച്ചുവട്ടിൽ മരുഭൂമിയുടെ മരുപ്പുറമ്പിലാണ്. ഉമർ റളിയല്ലാഹുവിനെ കണ്ടപ്പോ ഈ ദൂതന്റെ മനസ്സിൽ ഒരു തോന്നൽ, നല്ല ടൈമാണ്, നല്ല സമയമാണ്, പരിസരത്തൊന്നും ആരെയും കാണാനില്ല. പതുക്കെ അങ്ങ് തലയെടുത്ത് കൊണ്ടുപോയാൽ ഭരണാധികാരിയുടെ അടുത്ത് വലിയ സ്ഥാനം കിട്ടും. ഒരുപക്ഷെ കൊട്ടാരത്തിൽ തന്നെ വലിയ ഉദ്യോഗ തലത്തിൽ എന്നെ ഉയർത്തും. ഞാൻ അവിടുത്തെ ഏറ്റവും നല്ലൊരു അധികാരിയുടെ കൂടെയോ അല്ലെങ്കിൽ അധികാര സ്ഥാനത്തോ ആയിരിക്കും. തലയെടുത്താലോ എന്ന് ചിന്തിക്കുമ്പോഴേക്ക് ഇമാം റാസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ വിശദീകരിക്കുന്നു, മരുഭൂമിയിലേക്ക് അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ ഭൂമിയുടെ അന്തർഭാഗത്ത് നിന്ന് നായേക്കാളും വലുപ്പമുള്ള രീതിയിൽ കുറെ ജന്തുക്കൾ ചാടി വീണു. കുരച്ചുകൊണ്ട് ആ മനുഷ്യന്റെ സമീപത്തേക്ക് വീണു, കടിച്ചു കീറാൻ വേണ്ടി വരികയാണ്. ഈ രംഗം കണ്ട ഉടനെ തന്നെ ആ മനുഷ്യൻ ഷഹാദത്ത് കലിമ ചൊല്ലി. റോം ചക്രവർത്തിയുടെ ദൂതൻ ഷഹാദത്ത് കലിമ ചൊല്ലി. ഈ ശബ്ദം കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുന്നു. ഇപ്പൊ ചോദിച്ചു, എന്താ സംഭവം? ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഒന്നുമല്ല,
നിങ്ങളെ തലയെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി എന്നെ വിട്ട ദൂതനാണ് ഞാൻ. പക്ഷെ നിങ്ങളെ കൊട്ടാരം അന്വേഷിച്ചു അവർ നിങ്ങളുടെ കുടിലെനിക്ക് കാണിച്ചു തന്നു. നിങ്ങൾ അവിടെ ഒന്നും കണ്ടില്ല. ഞാനിങ്ങനെ നടന്നു വരുമ്പോ ഇവിടെ കണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് തല വെട്ടിയാലോ എന്ന് കരുതിയപ്പോഴേക്ക് ഈ നല്ല കടിച്ചു കീറാൻ പാകത്തിലുള്ള ജന്തുക്കളാണ് എന്റെ മുന്നിൽ വന്നത്. അള്ളാഹുവാണ് എന്റെ മനസ്സിൽ ഈമാൻ ഇസ്ലാമിന്റെ സത്യാവസ്ഥ ഉറപ്പിച്ചു തന്നത്. നിങ്ങൾ ഒരു സത്യപ്രസ്ഥാനത്തിന്റെ നേതാവാണ് എന്നുള്ളത് ഈ വിഷയം കൊണ്ട് തന്നെ എനിക്ക് കിട്ടി. കാരണം ഇവിടെ കാവൽക്കാരാരുമില്ല, ഇഷ്ടംപോലെ സൈന്യങ്ങളുണ്ട് ഭരണത്തില്. ഏതെങ്കിലും ഒരാളെ ഗവൺമെന്റായിട്ട് കൂടെ കൂട്ടിയിട്ടുണ്ടോ? കൂട്ടിയിട്ടില്ല. എന്നിട്ടും അള്ളാഹു നിങ്ങൾക്ക് തന്ന കാവല്, നിങ്ങൾക്ക് തന്ന ബഹുമാനം വല്ലാത്ത ബഹുമാനമാണ്. ആ ബഹുമാനം കണ്ടപ്പോൾ എനിക്ക് തന്നെ ഇസ്ലാമിന്റെ സത്യം മനസ്സിലായി. ഞാനത് പ്രഖ്യാപിച്ചു. ആ വന്ന ജന്തുക്കൾ മറ്റൊരു വഴിക്കങ്ങ് മറഞ്ഞു പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു നൽകിയ ധൈര്യം വല്ലാത്തൊരു ധൈര്യമാണ്. ചരിത്രത്താളുകൾ പരതുന്ന സമയത്ത് സുൽത്താൻ സലാഹുദ്ദീനുൽ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ നമുക്കത് കാണാം. വല്ലാത്ത ധൈര്യമാണ്, ചെറിയ ധൈര്യമൊന്നുമല്ല. എത്ര പടനായകന്മാർ എത്ര പടക്കോപ്പുകളുമായി വന്നാലും മഹാനവർകൾ അവർക്ക് എതിരേൽക്കാൻ വേണ്ടി, അവരെ എതിരിടാൻ വേണ്ടി ഘട്ടം ഘട്ടമായിട്ട് സൈന്യങ്ങളുടെ സ്വഫ് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, അവരെ ഈമാനും ഇഖ്ലാസും എത്രയാണ്. സ്വഫ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മഹാനവർ ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃതം വിശുദ്ധ ഖുർആനിന്റെ ഓരോ താളുകളും ഓതിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഓതുന്നവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടത് കേൾക്കുന്നു. അപ്പൊ അപ്പുറത്ത് ആരോ വരുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊന്നല്ല, അവരെ ടൈം പാസ്, അവരെ സന്തോഷം അള്ളാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ കേൾക്കുക, ആ ഒരു സന്തോഷാണ്. സുഹൃതങ്ങളിൽ ഏറ്റവും വലിയൊരു സുഹൃതമാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്തുണ്ടോ? നമുക്കൊക്കെ കൽബിൽ പറഞ്ഞാ പോരാ, കൽബിയായ നിലക്ക് മഹബത്തുണ്ടോ? ഉണ്ടെന്നതിന് 10 അടയാളങ്ങൾ ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഹുബ്ബുൽ ഖുർആൻ, ഖുർആനോട് ഹുബ്ബ് വേണം. റമളാൻ മാസത്തിൽ തുറന്നു നോക്കി ഓതിയാ പോരാ, വിശുദ്ധ ഖുർആനോട് നല്ല മഹബത്ത് വേണം. വിട്ടുപിരിയാൻ കഴിയാത്ത ബന്ധം വേണം. വിശുദ്ധ ഖുർആനുമായി തപസ്സിരിക്കുന്നത് അത്രയും വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു അമലാകണം. എന്നും പതിവായി ഓതുന്നത് ഓതാതെ ഉറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലാകണം. കഴിയോ നമുക്ക്? എന്നും പതിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയിരുന്നത് ഇടതടവില്ലാതെ എന്നും ഓതാതെ ഉറങ്ങാൻ കഴിയാത്ത രൂപത്തിലൊരു ഹുബ്ബ്. വിശുദ്ധ ഖുർആൻ യാസീൻ സൂറത്ത് നമ്മൾ ഓതി തുടങ്ങണമെങ്കിൽ തന്നെ വാപ്പയോ വല്ലിപ്പയോ മരിക്കണല്ലേ? അങ്ങനല്ല, അവരാരും മരിക്കേണ്ടതില്ല. എന്നും അത് ഓതി നമുക്ക് പതിവാക്കി കാണിച്ചു തന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാസീന് ഞാനും നിങ്ങളും ഹിഫ്ലാക്കിയത് മരിച്ചുപോയ ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് ഓതാൻ വേണ്ടിയാണോ? അല്ല, യാസീന് നമ്മളൊക്കെ ഹിഫ്ലാക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചത് നമ്മുടെ നേതാവ്, ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആശിച്ചത്. ലവദിത്തു അന്നഹു ഫീ കുല്ലി ഖൽബി മുഅ്മിനിൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഓരോ മുഅ്മിനിന്റെ മനസ്സിലും യാസീൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഇഫ്ലാക്കിയത്, അങ്ങനെയാണ് തബാറക്ക് ഇഫ്ലാക്കിയത്, അങ്ങനെയാണ് സൂറത്തു സജ്ദയും പതിവാക്കിയത്, അങ്ങനെയാണ് സൂറത്തുർ റഹ്മാനും പതിവാക്കിയത്, അങ്ങനെയാണ് സൂറത്തുൽ ഹശ്റും, അങ്ങനെയാണ് സൂറത്തുൽ ദുഖാനും, അങ്ങനെയാണ് സൂറത്തുൽ വാഖിയും. ഇതൊക്കെ പതിവാക്കിയത് ആ ഒരു മാനദണ്ഡം വെച്ചിട്ട്, വേറൊന്നുമല്ല. അതുകൊണ്ട് ഉണ്ടായിത്തീരുന്ന നേട്ടങ്ങൾ അതുണ്ടായിക്കോട്ടെ, നമുക്കെതിരല്ലല്ലോ. അതുണ്ടാകാനും വേണ്ടിയാണോ നമ്മൾ ഓത്ത്? അതിനല്ല. നമ്മൾ ഓതുന്നത് അതൊന്നും ഓതി കാണിച്ചു തന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടതടവില്ലാതെ ഓതുക, ഓതിയിട്ട് ആ ഹുബ്ബ് സ്വീകരിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ നല്ല ഈമാനോടെ സുഹൃതങ്ങളുമായി നടന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനം നൽകി. സുൽത്താൻ സലാഹുദ്ദീനുൽ അയ്യൂബി എന്ന് പറയുന്ന മഹാൻ, അവര് ജനിച്ചത്
ഹിജ്റ വർഷം 532-ലാണ്. ചുരുങ്ങിയ കാലത്ത് അഥവാ 6-ാം നൂറ്റാണ്ടുകാരനാണ്. അന്നത്തെ കാലത്ത് ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരുമായി അഭേദ്യമായ ബന്ധം പുലർത്തി അവരിൽ നിന്ന് ധാരാളം ഇൽമു സ്വീകരിച്ച് ഖുതുബുദ്ദീൻ നൈസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹി അന്നത്തെ വലിയൊരു പണ്ഡിതനാണ്. ആ പണ്ഡിതനിൽ നിന്നാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി വിശ്വാസ ശാസ്ത്രങ്ങൾ മുഴുവനും പഠിച്ചത്. എന്നിട്ട് ആ പഠിച്ച രൂപത്തിൽ തന്നെ വീട്ടിൽ വന്ന് മക്കളെയും കുടുംബങ്ങളെയും വിളിച്ചിരുത്തിയിട്ട് അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക പതിവായിരുന്നു. അപ്പോഴേക്ക് മഹാനവറുകൾ ചിന്തിക്കുന്നത് ഭരണരംഗത്തേക്ക് ഏതായാലും കയറാൻ പറ്റും. പക്ഷേ ഭരണരംഗത്ത് കയറുന്നതിന്റെ മുമ്പും ഭരണരംഗത്ത് കയറിയതിനു ശേഷവും ഇൽമിനോട് വല്ലാത്ത ദാഹമാണ്. ഹദീസ് കേൾക്കുന്നത് എന്നും പതിവാണ്. ഖുർആനിന്റെ തഫ്സീർ പഠിക്കുന്നത് എന്നും പതിവാണ്. മഹാനവറുകളുടെ ജീവിതത്തെ പറയുമ്പോൾ അതേ കുട്ടികൾക്ക് വരെ അവർക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ വിശ്വാസ ശാസ്ത്രം മുഴുവനും പഠിപ്പിച്ച് മക്കളെ നന്നായി അതിലൂടെ വളർത്തുമായിരുന്നു. നിസ്കാരത്തിൽ വലിയ ശ്രദ്ധിച്ച ഭരണാധികാരിയാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി. നിസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ വല്ലാത്ത താല്പര്യമുള്ള മഹാനാണ്. ഒരു ദിവസം മഹാനവറുകൾ നിസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞു, വർഷങ്ങളോളമായി മാ സ്വല്ലാ ഇല്ലാ ജമാഅത്തൻ. അവിടുത്തെ ശിഷ്യൻ പറഞ്ഞു, ജമാഅത്തായിട്ടല്ലാതെ നിസ്കാരം നിർവഹിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും രോഗമായി വന്ന് ജമാഅത്തിന് പോകാൻ കഴിയാതെ വന്നാൽ നിസ്കരിക്കാൻ ഒരു സെപ്പറേറ്റ് ഇമാമുണ്ട്. ശമ്പളം കൊടുത്തൊരു ഇമാമിനെ നിശ്ചയിച്ചിരുന്നു. പള്ളിയിൽ പോയുള്ള ജമാഅത്തിന് കൂടാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോ ഇമാമത്ത് നിൽക്കാനായിട്ട്. എന്താണ് ഇഖ്ലാസ്? എന്താണ് ഇഖ്ലാസ് എന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, സഹോദരിമാരെ. ഒരു ഇമാമിന് ശമ്പളം കൊടുത്ത് നിസ്കാരത്തിന് ഒരാളെ നിശ്ചയിച്ചിരിക്കുകയാണ്. എന്തിന്? പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത അസുഖങ്ങൾ വരുമ്പോ അപ്പോഴാണ് ഇയാൾക്കുള്ള ഡ്യൂട്ടി വരുന്നത്. ഇമാമായിട്ട് വീട്ടിലെ ഭാഗത്ത് നിൽക്കണം, എന്നിട്ട് ജമാഅത്തായി നിസ്കരിക്കണം. അത് വല്ലാത്തൊരു ഇഖ്ലാസാണ്, വല്ലാത്തൊരു അമലാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഏറ്റവും അധികം ശ്രദ്ധിച്ച സൂക്ഷിച്ച അമലാണ് ജമാഅത്ത് നിസ്കാരം. നമ്മുടെ നാടുകളിലൊക്കെ പള്ളി അതിന്റെ പരിപാലനം കൃത്യമായി കൂടുതലായി നടക്കേണ്ടത് ജമാഅത്ത് ഹയാത്താക്കിക്കൊണ്ടാണ്. ജമാഅത്ത് ഇങ്ങനെ സുബഹി അസ്തമിച്ചു, പിന്നെ ളുഹ്റു അസ്തമിച്ചു, പിന്നെ മഗ്രിബ് അസ്തമിച്ചു, പിന്നെ ഇശാഉ അസ്തമിച്ചു, എല്ലാം അസ്തമിച്ചാൽ പിന്നെ ആ പള്ളി മറ്റു പലതിന്റെയും കേന്ദ്രങ്ങളായി മാറുമോ എന്നൊരു പേടി നമ്മളെ ഖൽബിൽ വേണം. വേണ്ടേ? ആളുകൾ ഉപയോഗിക്കാതായി പോയാൽ പിന്നെ നമുക്ക് അതിലേക്ക് പ്രവേശനം ബന്ധമില്ലാതായി തീർന്നാൽ മറ്റു പലരും സ്വാധീനം ചെലുത്തിയിട്ട് കയറും. പിന്നെന്തിനാ പാടൊരു ബിൽഡിംഗ് എന്ന് കരുതും. ചിലപ്പോൾ അത് വിലക്ക് വാങ്ങിന്ന് വരും. ആ ഒരു ഗതികേട് നമുക്കുണ്ടാകാൻ പാടില്ല. ജമാഅത്ത് നിങ്ങൾ നോക്കി, ഇന്ന് വളരെ കുറവാണ്. ചുറ്റുഭാഗത്തും 10, 20, 30 പുരക്കാര് താമസിക്കുന്നുണ്ട്. ആ വീട്ടുകാരൊക്കെ വാഹനങ്ങളുണ്ട്. ഒരു വാഹനം പുറപ്പെട്ടാൽ മതി വീട്ടിലെ 3, 4 ആളായിട്ട് ആണുങ്ങൾ കൂടി ജമാഅത്തിന് പോകാൻ. നടന്നു പോകാനുള്ള ദൂരമാണെങ്കിലും സൗകര്യങ്ങളുള്ള വഴിയുണ്ടെങ്കിലും നടക്കുന്ന ജമാഅത്തിൽ ഏറ്റവും ആള് കുറഞ്ഞ ജമാഅത്തായി സുബ്ഹി മാറിയത് നമ്മുടെ വലിയ അധപ്പതനമാണ്. ഒരു നാട്ടിൽ സുബ്ഹി ജമാഅത്തിൽ നല്ല ആളുകളുണ്ടോ നാട്ടിൽ നല്ല ബറക്കത്താണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നമ്മുടെ ഭർത്താക്കന്മാരെ മക്കളെ ഏറ്റവും നന്നായി പ്രോത്സാഹിപ്പിക്കേണ്ടത്, പ്രചോദനം കൊടുക്കേണ്ടത് ജമാഅത്ത് നിസ്കാരത്തിനാണ്. മഹത്തുക്കളായ ആളുകളൊക്കെ ജമാഅത്ത് നിസ്കാരത്തിൽ വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ജമാഅത്തായി നിസ്കരിക്കാൻ, പതിവായി ജമാഅത്ത് കിട്ടാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ വെച്ച് ജമാഅത്തായി നിസ്കരിച്ചിരുന്ന മഹദിയാണ്. ആയിഷ ബീവിന്റെ വീട് പള്ളിയോട് തൊട്ടടുത്താണ്. ഇന്നും മദീനത്ത് ആ വീട് നിലനിൽക്കുന്നുണ്ടല്ലോ അതിന്റെ ഭാഗങ്ങള്. മദീന പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിലല്ല ഉമ്മമാരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സംബന്ധിച്ചിരുന്നത്. എത്ര വാള് പറഞ്ഞാലും നമ്മുടെ ഉമ്മമാര് പതിവാക്കാത്തൊരു കാര്യം അതാണ് ജമാഅത്ത് നിസ്കാരം, അല്ലേ?
ജമാഅത്ത് നിസ്കാരത്തിൽ പതിവില്ല. പിന്നെ പതിവുണ്ട് എപ്പോന്നറിയോ? റമളാൻ മാസം വരണം. അതൊരു തറാവീഹ് ഇശാവും മാത്രം. ചില വീടുകളിലൊക്കെ ഒരു സുബഹിയും കൂട്ടുക. അപ്പോൾ മാത്രല്ല, ആ തറാവീഹിനെക്കാളും മഹത്വല്ലേ ഈ സമയത്തൊക്കെ ഫർദ് നിസ്കരിക്കുന്നത്. ഇനി സുബഹിക്ക് എത്ര ശ്രമിച്ചാലും എത്ര താല്പര്യപ്പെടുത്തിയാലും പുറപ്പെട്ടു പോകാത്ത പുരുഷനാണോ വീട്ടിലുള്ളത്, കഴിയാത്ത ആളാണോ, അസൗകര്യങ്ങളുള്ള ആളാണോ, ആ വീട്ടിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിയിട്ട് ജമാഅത്തായി നിസ്കരിക്കണം. എന്നാലും ആ ജമാഅത്ത് നിസ്കാരം കുറക്കാൻ പാടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇല്ല. ജമാഅത്തിന്റെ മഹത്വം പരിഗണിച്ച് വകാന ഉമ്മുഹാ അബ്ദുഹാ ദക്വാൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഇമാമായി നിസ്കരിച്ചിരുന്നത് അവിടുത്തെ അടിമയായ ദക്വാൻ എന്ന് പറയുന്ന അടിമയാണ്. ആ അടിമ ജമാഅത്തിന് ഇമാമായി നിൽക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഇപ്പുറത്ത് മഅ്മൂമായി നിന്ന് നിസ്കരിക്കും. കാരണം അടിമക്ക് സാധാരണ നമ്മൾ പള്ളിയിൽ പോകുന്ന ജമാഅത്ത് അടിമക്ക് നമുക്ക് ഫർള് കിഫയാകുന്നത് പോലെ അടിമക്ക് ഫർള് കിഫയായി വരൂല. സ്വതന്ത്രനായ ആളകണ്ടേ. അപ്പൊ അടിമയെ ഉപയോഗപ്പെടുത്തിയിട്ട് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ജമാഅത്തായി നിസ്കരിക്കും. നമ്മളെ പുരയില് പെൺകുട്ടികൾ എത്രയുണ്ട്, അല്ലാത്ത കുട്ടികൾ എത്രയുണ്ട്? ഉമ്മമാരെ, സഹോദരങ്ങളെ, ജമാഅത്തിന്റെ മഹത്വമാണ് സ്വലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ജീവിതം അങ്ങനെ പരിശോധിക്കുമ്പോ ഒരു ഭാഗത്ത് എണ്ണി പറയുന്നത്. മാത്രല്ല, മഹാനവറുകള് രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന മഹാനായിരുന്നു. അഥവാ തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നത് എപ്പോഴെങ്കിലും മുടങ്ങിപ്പോയാൽ അതാബിഹാ ഖബല സ്വലാത്തി സുബ്ഹി, സുബ്ഹ് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ആ നിസ്കാരം വീട്ടുമായിരുന്നു. സുബ്ഹിന്റെ വാങ്ക് കേൾക്കുമ്പോഴാണോ ഉണർന്നു പോയത്? എന്നാൽ പതിവായി നിസ്കരിക്കുന്ന തഹജ്ജുദ് ഇന്നങ്ങനെ പോയില്ലേ, നാളെ മുതലാക്കാന്ന് തീരുമാനിക്കൂല. സുബ്ഹി നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ ആ നിസ്കരിക്കാനുള്ളത് നിസ്കരിക്കും. അത്രയും വലിയ ശ്രദ്ധയായിരുന്നു. പോകട്ടെ, മഹാനവറുകളെ പറ്റി പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ കാണാം, മരിക്കുന്ന സമയം വരെ നിന്ന് നിസ്കരിക്കാൻ വലിയ താല്പര്യമായിരുന്നു. ചിലപ്പോഴൊക്കെ ക്ഷീണം അതിനെ അനുവദിക്കാതെ വരുമ്പോഴും എങ്ങനെയൊക്കെയോ പതുക്കെ മഹാനവറുകൾ എഴുന്നേറ്റു നിൽക്കും. എന്നിട്ട് 2 റക്അത്തിലാണോ നിൽക്കാൻ കഴിയുന്നത് അതിൽ നിൽക്കും, ബാക്കിയുള്ളതിൽ ഇരുന്ന് നിസ്കരിക്കും. എത്രയാണ് കഴിയുന്നത്? 3 റക്അത്ത് നിൽക്കാൻ കഴിയോ? നാം മുതൽ നിൽക്കും. അല്ലേ നമ്മളെ സ്വഭാവം? എത്ര നമ്മൾ എവിടെ നോക്കിന്നാലും ഒരു കുഴപ്പമില്ല. കാലിന്റെ അടിയിൽ ഒരു ചെറിയ മുറി ഉണ്ടായിട്ടുണ്ട്. കാലിന്റെ അടിയിൽ നെരിയാണിന്റെ ഭാഗത്തൊരു മുറി. ആ മുറിവുണ്ടായി, വല്ലാത്ത വേദന ഉണ്ട്. ഇത് സുജൂദ് പോകുമ്പോ ഈ വേദന സഹിക്കാൻ പറ്റുമോ? സഹിക്കാം. കാലൊക്കെ വെക്കാനുള്ള ഒരു 3 സുബ്ഹാനല്ലാഹ് ചെല്ലാൻ സഹിക്കും. പക്ഷെ വല്ലാത്ത വേദന ഉണ്ട്. ആരോന്ന് പറയാൻ കാത്തിരിക്കാണ്, ഒരു കസേരയിൽ നിസ്കരിച്ചോളൂ. അപ്പോഴേക്ക് ആ കസേര വലിച്ചിട്ട് നിസ്കാരം തുടങ്ങി. എന്നാ അതേ ആള് അങ്ങാടിയിൽ ഇങ്ങനെ നല്ലോണം 1-1.5 മണിക്കൂർ സാഗൂതം ശ്രദ്ധിക്കുന്നുണ്ട്. ഒരാൾ അവിടെ ഇങ്ങനെ തറ പറ 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 പ്രസംഗം നടക്കുകയാണ്. അപ്പൊ ഈ കാലിനും വേദന ഇല്ല, നിൽക്കുന്നതിനും വേദന ഇല്ല, ഒരു കുഴപ്പമില്ല. ഇതൊരു 5 മിനിറ്റ് 7 മിനിറ്റ് നിസ്കാരാകുമ്പോഴേക്ക് ബാക്കിയുള്ള സംഗതികൾക്കൊക്കെ ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ സഹവസിക്കുന്ന ആള് നിസ്കാരാകുമ്പോഴേക്ക് ഒരു കസേര എവിടുന്നെങ്കിലും ഒന്ന് ഒപ്പിച്ചു കൊണ്ടുവന്ന് ഇരുന്നു. ആദ്യം തന്നെ ഇരിക്കാണ്. അപ്പൊ അയാൾ ചോദിക്കാണ്, ഫാത്തിഹന്റെ സമയം നിൽക്കാൻ കഴിയോ? നിൽക്കാൻ കഴിയും. ഈ രണ്ടാമതൊന്നും ഇരിക്കണ്ടെന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഇരിക്കാണ്. ഫാത്തിഹയില് ഖിയാമ് നിർബന്ധല്ലേ? ഫാത്തിഹയില് ഖിയാമ് നിർബന്ധമാണല്ലോ. പക്ഷെ ഇയാൾ ചോദിക്കുമ്പോഴറിയാം നിന്നിട്ട് പിന്നൊന്നും ഇരിക്കണ്ടേ. അപ്പൊ ആദ്യം തന്നെ ഒന്നായിട്ടാണ് ഇരുന്നാൽ പിന്നെ ആ പ്രശ്നം വരുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട്. അത് സത്യത്തിൽ വല്ലാത്തൊരു അലംഭാവത്തിന്റെ, അലസതയുടെ, അജ്ഞതയുടെ അടയാളം കൂടിയായി വർദ്ധിച്ചു വരികയാണ്. എല്ലാ സ്ഥലങ്ങളിലും 10-15 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് ഒക്കെ റേഷൻ വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആള് ഒരു റക്അത്തിലെ 2 റക്അത്തിലെ അല്ലെങ്കിൽ 3 റക്അത്തിലെ 4 റക്അത്തിലെ ഫാത്തിഹ ഓതാൻ അത്ര സമയം നിൽക്കേണ്ടി വരൂല. പക്ഷെ നിൽക്കാൻ ശ്രമിക്കുന്നില്ല. അയാൾ വേഗം കസേര വെച്ചിട്ട് ഇരുന്നോയി. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹിന്റെ ചരിത്രം പറയാൻ അവിടെയാ പറഞ്ഞത്, അവസാന ഘട്ടത്തിൽ അസുഖം ബാധിച്ച് വല്ലാതെ വിഷമം വരുന്ന സമയത്ത് പോലും എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ചു നിൽക്കും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നിൽക്കാൻ കഴിയാത്തവന്റെ നിസ്കാരം ശരിക്കും നമ്മൾ അതിന്റെ കൃത്യമായ വിവരണം പഠിക്കേണ്ടത്. ഫതുഹുൽ മുഈനെക്കാളും കൂടുതൽ നോക്കാൻ നല്ലത് ഉംദത്തു സാലിക് എന്നുള്ള കിതാബിലാണ്. പേടിയോ അതല്ലാവുന്നുണ്ട്.
അതുകൊണ്ട് അതിന്റെ പേരൊന്നും ആൾക്കാർക്ക് അങ്ങനെ അറിയാനും സാധ്യത കുറവാണ്. പണ്ട് കാലത്തെ ആൾക്കാർ പറഞ്ഞു ഓതാം, എത്രയോ ഓതാം, തന്തയാകുന്ന അത്രയും കാലം ഓതാന്നൊക്കെ ആൾക്കാർ പറയുന്നു. റുംദയിൽ പറയുന്നുണ്ട് സ്വലാത്തുൽ ആജിസ്, കഴിവില്ലാത്തവന്റെ നിസ്കാരത്തിന്റെ ശൈലി. അവിടെ പള്ളിന്റെ അടുത്തോ അല്ലെങ്കിൽ വീട്ടിലോ ഒരു തൂണിനോട് ചാരി നിൽക്കാൻ പറ്റുമോ? എന്നാ അങ്ങനെങ്കിലും നിൽക്കും. അങ്ങനെയും നിൽക്കാൻ പറ്റാത്ത പരിസ്ഥിതിയിലാണ് ഫാത്തിഹ ഓതുമ്പോൾ ഇരുന്ന് നിസ്കരിക്കേണ്ടത്. ഇത് സുജൂദിലേക്കും റുക്കുവിലേക്കും പോകാൻ വിഷമമുള്ള ആൾ ആ ടൈമിൽ ഇരിക്കേണ്ടി വരും, കഴിയാത്തത് കൊണ്ടാണ്. ഞാനതല്ല പറയുന്നത്. റുക്കുവിലെയും സുജൂദിലെയും വിഷമത്തിന് ആദ്യം തന്നെ ഇരിക്കുന്നത് എന്തിനാ? അങ്ങനെയാണോ? അതാണ് ഇപ്പൊ പരിപാടി. മനസ്സിലാകുന്നില്ലേ? സുജൂദിലാണ് അയാൾക്ക് വിഷമമുള്ളത്, സുജൂദിലേക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല, വലിയ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് അങ്ങോട്ട് മടക്കം കിട്ടൂല, ഒരു കമ്പി ഇട്ട് ആ കമ്പി കൊടുക്കൂടെ പൊട്ടിപ്പോവും, എനിക്കുള്ള വിഷമമുള്ളതാണ്. പക്ഷെ അത് സുജൂദിലല്ലേ വിഷമം, ആ ടൈമിലാകുമ്പോൾ ഇരുന്നാൽ മതിയല്ലോ. പക്ഷെ ആദ്യം തന്നെ ഇരിക്കുകയാണ്, എന്റെ ആവശ്യം എന്തിനാ? ഒന്ന് ചാരി നിന്നിട്ട് ഒരാളെ പിൻബലത്തിൽ രണ്ടാള് താങ്ങിയിട്ട് നിൽക്കാൻ പറ്റുമോ നിസ്കരിക്കാൻ? എന്നാലും നിൽക്കണം എന്നല്ലേ മസ്അല. പിന്നെ ഇവിടുന്നാണ് ഈ പെട്ടെന്ന് ഈ കസേരകൾ ഇങ്ങനെ വർദ്ധിച്ചത് എന്നറിയില്ല. കസേര പള്ളിക്കൊക്കെ ആരോ സംഭാവനയായിട്ട് വാങ്ങിക്കൊടുക്കുന്നുണ്ടോന്ന് അങ്ങനെ സംശയമുണ്ട്. കാരണം പുതിയ പള്ളി വന്ന കാണാൻ കസേരകൾ ഇങ്ങനെ ഓരോ ആഴ്ച ഓരോ എണ്ണം ഇങ്ങനെ കൂടി 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 വരുന്നത്. മുമ്പൊന്നും അങ്ങനല്ല. മുമ്പൊക്കെ അങ്ങനെ പള്ളിയിൽ കസേരകളുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. എന്നാൽ ഈ കസേരയിൽ നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമമായ ഇരുന്നുള്ള നിസ്കാരം എന്ന് പറഞ്ഞാല് മറ്റേ ഇരുത്താണ്. ഏത്? ഒന്നുകിൽ ചെമ്പ്രമ്പടിയിട്ടുള്ള ഇരുത്തോ, അല്ലെങ്കിൽ ആദ്യത്തെ തെയ്യാത്തിന്റെ ഇരുത്തോ, അല്ലെങ്കിൽ അവസാനത്തെ തെയ്യാത്തിന്റെ ഇരുത്തോ ആണ്. അതാണ് ശരിക്കുള്ള ഇരുത്തം എന്ന് പറഞ്ഞത്. അങ്ങനെ നിസ്കരിക്കാമല്ലോ. പക്ഷെ നമ്മൾ ആൾക്കാർക്ക് ഒരു കുറവെന്താ അറിയോ? ഞാൻ അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഇതിനൊന്നും പറ്റാത്ത ആളായി എന്നുള്ളത് പുറത്തുള്ള ആൾക്കാർ ധരിച്ചു പോലെ. എന്ത് പഠിച്ചവരുള്ള നിസ്കാരല്ലേ? അല്ലാഹു തആലക്ക് വേണ്ടിയല്ലേ ഇബാദത്ത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇരുന്ന് നിസ്കരിച്ചു. മിഹ്റാബില് സ്വഹാബത്തൊക്കെ മഅ്മൂമായിട്ട് നിന്ന് നിസ്കരിച്ചു. അങ്ങനല്ലേ ഹദീസിൽ? ഇമാമായി നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നാ നിസ്കരിക്കുന്ന മിഹ്റാബില്, സ്വഹാബത്ത് മഅ്മൂമിങ്ങൾ ബാക്കിൽ നിന്നാ നിസ്കരിക്കുന്നത്. അതൊരു കുഴപ്പമൊന്നുമില്ല, അതൊരു തകരാറുമല്ല. പക്ഷെ അത്രയും ബുദ്ധിമുട്ടുള്ള സമയത്തും നിന്ന് നിസ്കരിക്കാൻ താല്പര്യപ്പെടുക എന്നുള്ളത് നിസ്കാരത്തോടുള്ള വല്ലാത്ത താല്പര്യമാണ്. പിന്നെയും കാണാം, വലിയൊരു നേതാവല്ലേ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി എന്ന മഹാൻ. ആ മഹാനുഭാവൻ എവിടെ യാത്രക്ക് പോയാലും നിസ്കാരത്തിന്റെ സമയമായാൽ ഉടനെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നിസ്കരിക്കും, പിന്നെ യാത്ര തുടരും. ഇന്ന് നോക്കൂ നിങ്ങൾ, അതിന് വിവാദമാണ്. കുറച്ചാളുകൾ ഒരു 2-3 മാസം മുമ്പ് ഒരു സംഘം ചെറുപ്പക്കാർ വരുമ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നത്? അവര് പറഞ്ഞു, ഞങ്ങൾ അജ്മീർ പോയി വരികയാണെന്ന്. നല്ല തന്നെയല്ലേ, സിയാറത്തിന് പോയതല്ലേ? അപ്പൊ കൂട്ടത്തിൽ സൗഹൃദം എന്നുള്ള ആൾക്ക് ഞാൻ ചോദിച്ചു, നിങ്ങൾ പോകാനും വന്നോക്കെ? 2 ട്രെയിനിലല്ലേ? 2 ട്രെയിനില്ല. നിസ്കാരം കുറച്ച് ബാക്കിയുണ്ട്, അത് ഇനി ഇവിടുന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. കണ്ട, സിയാറത്തിനാ പോയത്, അത് സുന്നത്താ. ഈ നിസ്കാരം ഫർളാ. ഈ രൂപത്തിലാണ് ജനങ്ങളുടെ അലംഭാവം. ചിലരുണ്ട് തൊഴിലിന് പോകും, എന്നിട്ട് മഗ്‌രിബിന് വന്നിട്ടൊരു തറാവീഹാണ് വീട്ടില്. ചിലര് പഠിക്കാൻ പോകും, ഇശായിന് വന്നിട്ട് വലിയ തറാവീഹാണ്. ചിലരപ്പയൊന്നും നിസ്കരിക്കൂല, രോഗം വന്നാലോ നിർത്താത്ത നിസ്കാരമാണ്, മരിക്കുമോന്ന് പേടിച്ചിട്ടാണ് ആ നിസ്കാരം. ഇതൊക്കെ അലസതയുള്ളവരുടെ വ്യത്യസ്ത അടയാളങ്ങളാണ്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെയല്ല. എവിടെ യാത്രക്ക് പോയാലും ഇദാ അദ്റകതുഹു സ്വലാത്തു വഹുവ സായിറുൻ നസല വസല്ലാ, നിസ്കാരത്തിന്റെ സമയമെത്തിയാൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നിസ്കരിക്കുന്നു. സക്കാത്തിനെ പറ്റി, മഹാനവറുകളുടെ സക്കാത്തിനെ പറ്റി പറഞ്ഞപ്പോൾ, സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായ ഒരു തുക ഒരു വർഷത്തിലും കയ്യിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കേണ്ട ഒരു ബാധ്യത വന്നിട്ടില്ല. ഇതൊരു രാജ്യം ഭരിച്ച രാജാവാണ്. മരിച്ചു പോകുന്ന സമയത്ത്, മരണപ്പെട്ടപ്പോൾ മഹാനവറുകളുടെ ഖജനാവില് ബാക്കിയുള്ളത് ആകെ കണക്കുകൂട്ടി നോക്കുമ്പോ ഒരു 37 ദിർഹമാണ്. പിന്നെയോ 1 ഗ്രാം വെള്ളിയുമാണ്. 37 ദിർഹമിന് സക്കാത്ത് ഉണ്ടാ? സക്കാത്ത് തുടങ്ങണ 200 ദിർഹം മുതലല്ലേ? അത്രയും ഉദാരതയിലായിട്ടായിരുന്നു ജീവിതം.
ഇന്നൊരു 20-കാരന്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റിൽ തന്നെയുണ്ട് സക്കാത്ത് കൊടുക്കാനുള്ള തുക. അതെത്ര വർഷമായി ചോദിച്ചാൽ 1 വർഷമായി എന്ന് പറയും, 2 വർഷമായി എന്ന് പറയും. 25 വയസ്സുകാരനൊക്കെ ആകുമ്പോൾ അന്വേഷിക്കുമ്പോൾ സക്കാത്ത് കൊടുക്കാനുള്ള വകുപ്പ് ഏതായാലും ഉണ്ടാവും. കാരണം അയാൾക്ക് 4 കുറിയുണ്ട്. ആ 4 കുറിയിലും നറുക്ക് 1-ാം മാസം കിട്ടിയില്ല, 10-ാം മാസം കിട്ടിയില്ല, 12-ാം മാസം കിട്ടിയില്ല, കൊല്ലം ഇങ്ങനെ കറക്കി പോവാ. സക്കാത്തിന് അർഹതപ്പെട്ട തുകകളൊക്കെ ആയി, കിട്ടിയിട്ടോ കൊടുത്താൽ മതി, കൊടുക്കില്ല എന്നുള്ള വേറെ വിഷയം. പക്ഷേ മഹാനവർകൾ സക്കാത്ത് നിർബന്ധമാകുന്ന തരത്തിൽ സമ്പത്ത് സൂക്ഷിച്ചിട്ടില്ല. സുന്നത്താകുന്ന സ്വതക്ക ധാരാളം നൽകിയിട്ടുണ്ട്. മരിച്ചു പോകുന്ന സമയത്ത് മഹാനവർകൾ ഇവിടെ ഈ ഭൂമിയിൽ ഒരു പറമ്പും ബാക്കിയാക്കിയിട്ടില്ല, ഒരു തോട്ടവും മഹാനവർകളെ പേരിലില്ല, ഒരു ഗ്രാമവും മഹാനവർകളെ ഉത്തരവാദിത്വത്തിലില്ല, ഒരു കൃഷിയിടവും ഇല്ല. പിന്നെ ഉള്ളതൊക്കെ എന്ത് ചെയ്തു? ആവശ്യമായിട്ട് ജനങ്ങൾ വന്ന് പറയുമ്പോ അവർക്ക് ഇഷ്ടം പോലെ കൊടുത്തു, ആവശ്യത്തിനനുസരിച്ച് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗത്ത് കാണാം, മഹാനവർകൾക്ക് ആരെങ്കിലും ഖിദ്മത്ത് ചെയ്തിട്ടുണ്ടോ ജീവിതത്തില്? ആ ഖിദ്മത്ത് ചെയ്ത ആള് പിന്നെ മറ്റൊന്നിലേക്കും ആശ്രയിക്കേണ്ടി വരാത്ത രൂപത്തിലാണ് ജീവിച്ചിരുന്നത്. 1 വർഷമാണോ ഒരാൾ ഖാദിമായി നിന്നത്, അയാൾക്ക് ശരാശരി ജീവിക്കേണ്ട 70 കൊല്ലം 80 കൊല്ലത്തെ സ്വത്ത് മുഴുവനും കൊടുക്കുകയാണ്. അത്രയും വലിയ ഔദാര്യത്തിന്റെ മനസ്സാണ്. ആര് വന്ന് ചോദിച്ചാലും കൊടുക്കുന്നൊരു മനസ്ഥിതിയാണ്. പാരമ്പര്യമായി കിട്ടിയ സമ്പത്തും ഭരണരംഗത്ത് കിട്ടിയ സ്വത്തും എല്ലാം ഉണ്ട്. ജനങ്ങളിൽ നിന്ന് വിവിധ വകുപ്പുകളിലൂടെ കിട്ടിയ സ്വത്തുമുണ്ട്. പക്ഷേ ഒന്നും സ്വന്തം താല്പര്യത്തിനോ അനന്തരാവകാശമായിട്ടോ കുടുംബത്തിനോ ബാക്കിയാക്കിയിട്ടില്ല. വിശുദ്ധ റമദാനിലെ നോമ്പും അങ്ങനെയാണ്. ചില കാലങ്ങളിലൊക്കെ നോമ്പ് ഒരുപാട് ഖളാ ആയിട്ടുണ്ട്. പക്ഷേ മരിക്കുന്നതിന്റെ മുമ്പ് ഇടക്കിടക്ക് മഹാനവറുകൾ നോമ്പ് നോറ്റിട്ടാ നോമ്പ് വീട്ടിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്, അതൊരു കഴിവാണ്. നോമ്പ് പരടിയിൽ ബാക്കിയാക്കി മരിച്ചു എന്നുള്ളതല്ല. ഹജ്ജിനെ സംബന്ധിച്ചും പറഞ്ഞപ്പോൾ ഒരുപാട് തവണ ഹജ്ജിന് പോകാൻ മഹാനവറുകൾ കരുതിയതാണ്, ഒരുക്കങ്ങളൊക്കെ നടത്തിയതാണ്. പക്ഷേ യാത്ര ചെയ്യാൻ മാത്രം ബാക്കിയായി. യാത്രക്കുള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല. എന്തേ യാത്രക്കുള്ള അവസരം കിട്ടാതിരുന്നത്? ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഴുകിയിട്ട് അതിനുള്ള സാമ്പത്തികമായ കഴിവും ശേഷിയും ആ ടൈമിൽ ഇല്ലാതെയായി പോയി. പിറ്റത്തെ കൊല്ലം ഉദ്ദേശിക്കും അങ്ങനെ പോകണമെന്ന്, അപ്പോഴും അതേ രൂപത്തിൽ പല ശുഗലുകളും വന്ന് മാറിപ്പോവുകയാണ്. അങ്ങനെ ഓരോ വർഷവും മഹാനവറുകൾ ഉദ്ദേശിക്കാറുണ്ട്, പക്ഷേ കാര്യങ്ങൾ സാധിച്ചു കിട്ടാറില്ല. പിന്നെ ജീവിതകാലത്തിലെ ഏറ്റവും വലിയ ഇഷ്ടം ഖുർആൻ ഷരീഫ് നന്നായി കേൾക്കുന്നതാണ്. ഖുർആൻ ഷരീഫ് നന്നായി കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. ഓരോ പള്ളിയിലും ഇമാമത്തിന് വേണ്ടി ഇമാമിനെ നിശ്ചയിക്കുമ്പോ നിബന്ധന വെച്ചിരുന്നു, ഖുർആൻ മുഴുവനും ഹിഫ്ളുള്ള, ഖുർആനെ സംബന്ധിച്ച് വലിയ പാഠമുള്ള ആളാകണം ഇമാമു നിൽക്കുന്ന ആള്. രാത്രി കാവലിന് വേണ്ടി നിൽക്കാൻ വേണ്ടി ആളുകൾ വരുമ്പോ മഹാനവറുകൾ ചോദിക്കും, ഖുർആൻ ഹിഫ്ളുണ്ടോന്ന്. കാവൽക്കാരോടാ ചോദിക്കുന്നത്, ഖുർആൻ ഹിഫ്ളുണ്ടോ? ഹിഫ്ളുണ്ട്. എന്നാ പിന്നെ കാവലിന് വരുന്ന ആളെ ഡ്യൂട്ടി എന്താണെന്നറിയോ? മഹാനവറുകൾ അവിടെ വിശ്രമിക്കുന്ന സ്ഥലത്താണ്. റൂമിലാണെങ്കിൽ റൂമിലേക്ക് കേൾക്കുന്ന രൂപത്തിൽ പുറത്തുനിന്ന് അങ്ങനെ ഓതണം. 2ഉം 3ഉം ജുസ് അങ്ങനെ തർത്തീലായി സാവകാശം ഓതണം. അതാണ് കാവൽക്കാരന്റെ ഡ്യൂട്ടി. ഏതെങ്കിലും ഭാഗത്താരെങ്കിലും കൊള്ളക്കാര് വന്നിട്ടുണ്ടോ, ഏതെങ്കിലും ആളുകൾ ആക്രമിക്കാൻ വന്നിട്ടുണ്ടോ എന്നുള്ള നോട്ടമല്ല, പാതിരാത്രിയിൽ ഖുർആൻ കേൾക്കുകയാണ്. പൊതുസ്ഥലങ്ങളിലും പൊതു സദസ്സിൽ സംബന്ധിക്കുമ്പോഴും ഖുർആൻ ഓതാൻ നന്നായി അറിയുന്നവരുണ്ടോ എന്ന് ചോദിക്കും. ഒരു ദിവസം അങ്ങനെ ഒരു പൊതു സദസ്സ് സംഘടിപ്പിച്ചപ്പോ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് നന്നായി ഖുർആൻ ഓതാൻ അറിയും. ഒരു ചെറിയ കുട്ടി. ആ കുട്ടിയുടെ ബാപ്പയും കൂടെയുണ്ട്. എന്നാ ഖുർആൻ ഓത് മോനെ എന്ന് പറഞ്ഞു. ഖുർആനിന്റെ ശൈലി കേട്ടപ്പോൾ മഹാനവറുകൾക്ക് വലിയ സന്തോഷമായി. ആ കുട്ടിക്ക് വരുമാന മാർഗമായി മഹാനവറുകൾ കൊടുക്കുന്നു. ജുസ് അമ്മിൻ മസ്റഅ, തന്റെ കൃഷിയിടത്തിൽ നിന്നൊരു ഭാഗം കൊടുക്കുന്നു, വഖഫ് ചെയ്ത് കൊടുക്കുന്നു. ആ കുട്ടിക്കും ബാപ്പാക്കും കുടുംബത്തിനും ഖുർആനോത്തിന്റെ സന്തോഷം. നമ്മൾ ചില ഭാഗങ്ങളൊക്കെ പോകുമ്പോഴേ പഴയ കാലത്തെ ആളുകൾ ഖത്മിന് വേണ്ടി വഖഫ് ചെയ്ത സ്വത്ത് കാണും. ഇവിടെ കണ്ടോന്ന് എനിക്കറിയില്ല, പല ഭാഗങ്ങളിലും ഉണ്ട് അങ്ങനെ. ഖത്മിന് വേണ്ടി വഖഫ് ചെയ്ത സ്വത്ത്
ഖുർആാനിനോടുള്ള അവരെ താല്പര്യം കൊണ്ടാണ്. ആ സ്വത്ത് ഉപയോഗിക്കുന്ന ആളൊരു മാസമാകുമ്പോൾ അല്ലെങ്കിൽ നിശ്ചയിച്ച അളവ് എപ്പോഴാകുമ്പോഴേക്കും ഒരു ഖത്മ് തീർത്ത് അയാൾക്കത് ഉപയോഗിക്കാം, സ്വത്ത് ഉപയോഗിക്കാം. ഇഷ്ടംപോലെ വരുമാനമുള്ള സ്വത്തുക്കളുടെ അങ്ങനെ. പക്ഷെ ഈ വാക്കിഫിന് അതുകൊണ്ട് കിട്ടുന്നത് അള്ളാഹുവിന്റെ ഖുർആനിനോടുള്ള മഹബത്ത് കൊണ്ട് ആഖിറത്തിൽ വലിയ രക്ഷയാണ്, ഖബർ ജീവിതത്തിൽ വലിയ സന്തോഷമാണ്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി നല്ല ഭക്തിയുള്ള ആളാണ്. ഖുർആനോത്ത് കേട്ടാൽ ധാരാളം പൊട്ടിക്കരയുന്ന മഹാനാണ്. രാത്രി സമയങ്ങളിലൊക്കെ കാവൽക്കാര് ഖുർആനോതുമ്പോ ഉള്ളിൽ നിൽക്കുന്ന മഹാനവറുകൾ അങ്ങനെ കരയുന്നത് കാണും. അപ്പോ കൂടെയുള്ള ആളുകൾ ചോദിക്കും, രാജാവേ ഇത്രത്തോളം എന്തിനാ കരയുന്നത്? ആ സമയത്ത് പറയുന്നത്, ഖുർആൻ ഓതി കേൾക്കുമ്പോ ഖുർആൻ കേട്ടിട്ട് കരയണമെന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരയണമെന്നല്ലേ നിർദ്ദേശം? ഖുർആൻ കേട്ട് കരയാതിരിക്കുമ്പോ എന്റെ മനസ്സ് എത്രമാത്രം കട്ടിയായിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനോത്തങ്ങനെ കേട്ടിട്ട് മഹാനവറുകൾ അങ്ങനെ കരയുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, വിശുദ്ധ ഖുർആനിലേക്ക് ചിന്തിക്കുമ്പോ അങ്ങനെയാണ്. ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കാരത്തിൽ ഹാരിസിന്റെ മക്കളെ വീട്ടിലാണല്ലോ മക്കയിൽ തടങ്കലിലാക്കിയത്. ഹാരിസിനെ ബദറിന്റെ ദിവസം ഹാരിസിനെ വകവരുത്തിയത് ഖുബൈബ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ഹുദൈൽ ഗോത്രക്കാര് ഖുബൈബ് റളിയല്ലാഹു അൻഹു പിടിച്ചിട്ട് ഹാരിസിന്റെ മക്കൾക്ക് വിറ്റു. ഹാരിസിന്റെ മക്കൾ ഖുബൈബ് റളിയല്ലാഹു അൻഹു വീട്ടു തടങ്കലിലാക്കി. ആ വീട്ടിൽ മഹാനവറുകൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുമ്പോ റൂമിന്റെ പിന്നാലെ സ്ത്രീകൾ ഒരുമിച്ച് കൂടി കരയുന്നു. നിസ്കാരത്തിലെ ഓത്ത് കേട്ടിട്ടാണ് അവർ കരയുന്നത്. സുബ്ഹാനല്ലാഹ്, ഖുബൈബ് റളിയല്ലാഹു അൻഹു തടവറയിലായിട്ട് പോലും തഹജ്ജുദിന് മാറ്റമില്ല, നിസ്കാരങ്ങളിൽ ഒന്നിനും മാറ്റമില്ല. പാതിരാത്രിയിലും ഖുർആൻ കേൾക്കുന്ന ഭരണാധികാരി ഖുർആൻ നന്നായി കേൾക്കുമ്പോൾ അവിടുത്തെ ലോല മനസ്സാണ്, ധാരാളം കരയുന്നു. ഇൽമിനോട് വലിയ ബഹുമാനമാണ്. ഒരു ആലിമിനെ കണ്ടാൽ ആ ആലിമിന്റെ ബഹുമാനത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഭരണാധികാരികളുടെ വീട്ടിലേക്കോ അവരുടെ മുറ്റത്തേക്കോ വരാത്ത അത്രയും ബഹുമാനമുള്ള ആലിമീങ്ങളാണെങ്കിൽ രാജാവ് ചെയ്യുന്നത് മക്കളെയും ഭരണത്തിലുള്ള മറ്റു ആളുകളെയും കൂട്ടി അങ്ങോട്ട് ചെല്ലുന്നു. അവിടെ പോയി ഇരുന്നിട്ട് ശിഷ്യന്മാരെ പോലെ ഇരുന്നിട്ട് ഹദീസ് കേൾക്കുന്നു, ആ ഹദീസ് എഴുതിയെടുക്കുന്നു, ആ ഹദീസ് മനപ്പാഠമാക്കുന്നു. അല്ല, ഇങ്ങോട്ട് വരാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ അവരോട് പറയുന്നു, നിങ്ങൾ വരണം, വന്നിട്ട് ഞങ്ങൾക്കൊക്കെ ഇൽമു പഠിപ്പിക്കണം. ഹദീസ് പഠിക്കാനും ഹദീസ് കേൾക്കാനും വലിയ ഇഷ്ടമാണ്. ഹദീസ് വായിക്കുന്നത് വലിയ സന്തോഷമാണ്. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തും രാജാവിന് ഈ രണ്ട് ഹോബിയുമാണ്: വിശുദ്ധ ഖുർആൻ കേൾക്കുക, ഹദീസ് കേൾക്കുക. ഹദീസിന്റെ കിതാബുകൾ കൊണ്ടുവന്ന് വായിക്കാൻ വേണ്ടി പറയും. ഏതെങ്കിലും ഒരു ഹദീസ് ഇങ്ങനെ പോകുന്നോ വായിച്ചു പോകുമ്പോ ആ ഹദീസിൽ കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും ഉണ്ടെങ്കിൽ ആവർത്തിച്ചത് വായിക്കാൻ പറയും. എന്നിട്ട് മഹാനവറുകൾ കുറെ നേരം അങ്ങനെ ഇരുന്ന് ചിന്തിക്കും. ദീനിന്റെ ഷിയാറുകളെ വലിയ അർത്ഥത്തിൽ ബഹുമാനിച്ച് അത് പ്രചരിപ്പിക്കുന്നതിന് വലിയ താങ്ങും തണലും നൽകി. നിങ്ങൾ കണ്ടില്ലേ, അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആര് പരിശ്രമിച്ചു മുന്നോട്ട് നീങ്ങുന്നുണ്ടോ അവരുടെ പേരും പെരുമയും അല്ലാഹു തആല നിലനിർത്തുകയാണ്. സലാഹുദ്ദീൻ അയ്യൂബിന്റെ പേരിൽ ഇവിടെ മാത്രമല്ല സ്ഥാപനം ഉള്ളത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപനങ്ങളുണ്ട്, വലിയ വലിയ യൂണിവേഴ്സിറ്റികളുണ്ട്. ആ മഹാനുഭാവന്റെ പേരിൽ അവരുടെ പേര് അല്ലാഹു അല്ലേ നിലനിർത്തിയത്. ഇൽമിനോടുള്ള ഈ വലിയ ആഭിമുഖ്യം കൊണ്ട്, വലിയ സ്നേഹം കൊണ്ട് ഭരിച്ചിരുന്ന ഭരണകർത്താവിന് വേണ്ട ഏറ്റവും വലിയ വിശേഷണമാണ് നീതി. നീതിയുടെ ചരിത്രം പറഞ്ഞാൽ രാജാവ് വളരെ മുൻപന്തിയിലാണ്, ഭരണാധികാരി വലിയ മുൻപന്തിയിലാണ്. എല്ലാ ആളുകൾക്കും അവരുടെ സഭയിലേക്ക് പ്രവേശനമുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒരു പൊതു സദസ്സ് ഒരുക്കും. ആ പൊതു സദസ്സിലേക്ക് വലിയ വലിയ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ജഡ്ജികളും മറ്റുമൊക്കെ വരും. ആ വരുന്ന ആളുകളൊക്കെ അവിടെ വന്ന് പങ്കെടുക്കുമ്പോ പ്രശ്നക്കാരായ ആളുകൾ വന്നിട്ട് പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു. അവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ എഴുതിയെടുക്കുന്നു, എല്ലാവർക്കും പരിഹാരം നിർദ്ദേശിക്കുന്നു.
അങ്ങനെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒരു കോടതിയുടെ ദിവസമാണ്. അന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് നീതി പുലർത്തുന്ന ദിവസമാണ്. അവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട്. ചെറിയവർക്കും വലിയവർക്കും നാട്ടിലുള്ള പണ്ഡിതന്മാർക്കും പണക്കാർക്കും പാമരന്മാർക്കും ഒക്കെ പ്രവേശനമുണ്ട്. സുബ്ഹാനല്ലാഹ്, ആലിമീങ്ങളോട് വലിയ ബഹുമാനമാണ്, പാവങ്ങളോട് വലിയ സ്നേഹമാണ്. പാവങ്ങൾക്ക് വലിയ ഒത്താശ ചെയ്യാൻ മഹാനവർകൾ ഒരിക്കലും മടിച്ചിട്ടില്ല. മുന്നിൽ വരുന്ന പാവപ്പെട്ട ആളുകൾ എന്താണോ അവർക്ക് വേണ്ടത്, വാഹനങ്ങളാണെങ്കിൽ വാഹനം കൊടുക്കും. അങ്ങനെ മഹാനവർകൾ വാഹനങ്ങൾ കൊടുത്തതിന്റെ കണക്ക് എഴുതിയപ്പോൾ സാധുക്കൾക്ക് കൊടുത്ത വാഹനങ്ങൾ തന്നെ 10,000 കുതിരകളാണ്. സാധുക്കൾക്ക് വിവിധ ഘട്ടത്തിൽ സഞ്ചരിക്കാൻ കൊടുത്ത വാഹനത്തിന്റെ കണക്കാണത്. ഒരു ഭരണാധികാരി അവരുടെ ആ ഭരണ മേഖലയിലുള്ള ആളുകളെ ഒത്താശ ചെയ്തിട്ട് അവരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള നന്മകൾ കൊടുക്കുക, അത് വലിയ സംഭാവനയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ്? അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്കൊക്കെ കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആളാണ്. എല്ലാ മനുഷ്യന്മാർക്കും ഉപകാരം ചെയ്യുക. ആ ഉപകാരത്തിന് അല്ലാഹു തആല ഏൽപ്പിക്കുന്ന ഒരു മാർഗമാണ് ഭരണം. ആ ഭരണം ഉപയോഗിച്ച് സ്വീകരിക്കാത്ത ആളുകൾ അടിച്ചമർത്തുകയല്ല. പിന്നെയോ ആ ഭരണത്തിൽ പേടിയോടെ ജീവിക്കുന്ന ആളുകൾക്ക് നല്ല സംരക്ഷണം കൊടുക്കുക, ഒന്നിനും കഴിവില്ലാത്ത ആളുകൾക്ക് എല്ലാവിധ കഴിവുകളും കൊടുക്കുക. അതേ, പഠിക്കാൻ കഴിവില്ലാത്തവരെ പഠന രംഗത്ത് മുന്നോട്ട് കൊണ്ടുവരണം. ജോലിക്ക് കഴിവുള്ള ആളുകളാണ്, പക്ഷേ ജോലിയെടുക്കാൻ ഉപകരണങ്ങളില്ല, എന്നാൽ ആ ഉപകരണങ്ങൾ കൊടുക്കണം. എല്ലാവരോടും നല്ല മാന്യതയിൽ ജീവിക്കണം. സുൽത്താൻ സലാഹുദ്ദീനുൽ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മാന്യതയുള്ള വ്യക്തിയാണ്, മനുഷ്യത്വം നിറഞ്ഞ വ്യക്തിയാണ്. മുന്നിൽ വരുന്ന ഒരൊറ്റാളെയും ഭക്ഷണം കൊടുക്കാതെ മടക്കി വിടാറില്ല. ഏതെങ്കിലും ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വന്നാൽ ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവരോടൊരല്പനേരം സംസാരിക്കും. അങ്ങനെ വീട്ടിൽ വരുന്ന നിവേദക സംഘങ്ങളിൽ ധാരാളം അവിശ്വാസികൾ ഉണ്ടായിട്ടുണ്ട്, അമുസ്ലിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ സൽക്കാരം കൊടുക്കും, എന്നിട്ട് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് തിരിച്ചുവിടും. ഒരു ദിവസം മഹാനവറുകൾ കൊട്ടാരത്തിൽ താമസിക്കുന്ന സമയത്ത് ആ നാട്ടിലൂടെ ഒരു വലിയ ആലിമായ മനുഷ്യൻ പോയി. രാജാവിനെ പറ്റി കേട്ടപ്പോൾ രാജാവിനെ ഒന്ന് കാണാൻ അദ്ദേഹത്തിന് താല്പര്യം. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണണം. രാത്രി സമയമായിട്ടുണ്ട്. രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ചോളൂ, രാവിലെ പോകാം. സുബ്ഹിന്റെ സമയമായപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു. വന്ന ആ പണ്ഡിതന്റെ ലക്ഷ്യം രാജാവിനെ ഒന്ന് കാണുക, സന്ദർശിക്കുക, പിരിഞ്ഞു പോവുക എന്നതായിരുന്നു. പക്ഷേ രാജാവിന് ഇദ്ദേഹം വലിയൊരു ആലിമായതുകൊണ്ട് അയാൾക്ക് കൊടുക്കേണ്ട ഒരുപാട് പാരിതോഷികങ്ങളുണ്ട്. അത് സാധാരണ പോകുന്ന സമയത്ത് രാജാവിനെ കണ്ട് ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ കൊടുക്കും. സുബ്ഹിയായ നേരത്ത് അവിടെയുള്ള ഡ്യൂട്ടിയിലുള്ള ഖാദിമിനോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, രാജാവിനെ കാണാതെ, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയെ കാണാതെ നിങ്ങൾ പോകരുത്. അങ്ങനെ പോയാൽ പിന്നെ എനിക്കാണ് പണി കിട്ടുക. നിങ്ങൾ എവിടെയാണോ അവിടെ പോയി ഞാൻ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവരേണ്ടി വരും. എനിക്കിപ്പോ രാജാവിനെ കാണേണ്ട ആവശ്യമില്ല. ഇന്നലെ ഞാൻ കണ്ടു, നല്ല ഭരണം നടത്തുന്ന ആള് എന്നുള്ള നിലക്കൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഒരു സന്ദർശനം മാത്രമാണ് എന്റെ ഉദ്ദേശമുള്ളത്. അത് കഴിഞ്ഞല്ലോ, ഇനി സുബ്ഹിയായി ഞാൻ പോവുകയാണ്. അദ്ദേഹം അങ്ങനെ പോയി. രാജാവ് ചോദിക്കുന്നു, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇന്നലെ വന്ന ഗസ്റ്റ് എവിടെ? ആ പണ്ഡിതൻ എവിടെ? അദ്ദേഹം കണ്ടിട്ടൊരു സൂഫിയായ മനുഷ്യനാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയുള്ള ഖാദിമു പറഞ്ഞു, സുബ്ഹിയായപ്പോഴേക്ക് എന്നെ പോയിട്ടുണ്ട്. അപ്പോഴാണ് രാജാവിന്റെ മുഖത്ത് വല്ലാത്ത ഒരു ദേഷ്യം കാണുന്നത്. രാജാവ് പറഞ്ഞു, ഉടനെ പോയിട്ട് ആ മനുഷ്യനെ കൊണ്ടുവരണം, എവിടെയാണോ ഉള്ളത് അന്വേഷിച്ചു കൊണ്ടുവരണം. സുബ്ഹാനല്ലാഹ്, ഖാദിമു പറഞ്ഞു, ഭരണപ്രദേശത്തുള്ള ഓരോ ജഡ്ജിമാരിലേക്കും ഗവർണർമാരിലേക്കും ഞാൻ കത്തെഴുതി. ആ കടലാസ് അങ്ങനെ പല ഭാഗത്തിലൂടെയും കറങ്ങി.
മറുപടി കിട്ടാതെ കുറെ സമയം, കുറെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അവസാനം കിട്ടി അദ്ദേഹം ഒരു നാട്ടിലുണ്ടെന്ന്. ആ നാട്ടിലുള്ള ഭരണാധികാരിയോട് അദ്ദേഹത്തെ കൂട്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. രാജാവിന്റെ അടുത്തേക്ക് വന്നപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറയാതെ പോയി? അതിലെനിക്ക് സങ്കടമുണ്ട്. നിങ്ങളെ നന്നായി സൽക്കരിച്ച് വിടാനല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. സുബഹിയാകുമ്പോഴേക്ക് നിങ്ങൾ പോകുന്നത് ഞാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് രണ്ടാമതും വീട്ടിലേക്ക് വിളിച്ച് സൽക്കരിച്ച് അദ്ദേഹത്തിന് അനുയോജ്യമായ നല്ലൊരു വാഹനം കൊടുത്തു, ധാരാളം വസ്ത്രങ്ങൾ കൊടുത്തു, കുടുംബക്കാർക്കും അയൽവാസികൾക്കും വേണ്ട ഒത്താശകൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഈ സൗകര്യങ്ങളൊക്കെ കിട്ടിയിട്ട് പോകുന്ന സമയത്ത് ആ രാജാവിനോട് സന്തോഷം പറഞ്ഞ് ആ പണ്ഡിതൻ പിരിഞ്ഞു പോകുന്ന സമയത്ത് പറഞ്ഞു, നല്ലോണം നന്ദി ബോധമുള്ള രാജാവാണ്. കാരണം തന്റെ അടുത്തേക്ക് വരുന്ന ഓരോരുത്തരെയും സ്വീകരിക്കുക, അവർക്കൊക്കെ തന്റെ ഭരണത്തിൽ അല്ലാഹു തനിക്ക് നൽകിയ സൗകര്യങ്ങളിൽ നിന്ന് കൊടുക്കാനുള്ള കഴിവ്, ആ കഴിവ് വല്ലാത്തൊരു കഴിവാണ്. സ്വന്തം കാര്യത്തിന് വേണ്ടി അങ്ങനെ പിടിച്ചു വെക്കുന്നൊരു സ്വഭാവമല്ല. രാജാവിന്റെ മുന്നിൽ വന്ന പാവപ്പെട്ട ആളുകൾ വിഷമങ്ങൾ പറയുമ്പോ അവരെ വിഷമങ്ങൾ പരിഹരിക്കാൻ വേണ്ട സൗകര്യങ്ങൾ രാജാവ് കൊടുക്കാറുണ്ട്. ആ സൗകര്യങ്ങളിൽ ചിലര് നേരത്തെ തുടങ്ങിയ കച്ചവടങ്ങൾ മുടങ്ങിപ്പോയി എന്ന് പറയുമ്പോ ആ കച്ചവടം രണ്ടാമതായി തുടങ്ങാൻ എത്ര സംഖ്യ വേണം, അത്രയും സംഖ്യ എണ്ണിക്കൊടുക്കുന്നൊരു സ്വഭാവമായിരുന്നു സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്കുണ്ടായിരുന്നത്. നല്ല സ്വഭാവമാണ്, എപ്പോഴും നല്ല നടപടിക്രമങ്ങളാണ്. ഓരോ സംഭവങ്ങളും വായിച്ചറിയാറുണ്ട്. അതേ വകാന ഹസനൽ ഖലഖ് ഖുൽഖി, സൽ സ്വഭാവത്തിന്റെ ഉടമയാണ്. ഞങ്ങളിൽ എല്ലാ ഓരോരുത്തരെ കണ്ടാലും വിശേഷങ്ങൾ ചോദിക്കും, കുടുംബത്തിലെ വിശേഷങ്ങൾ ചോദിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ആ മജ്ലിസിൽ പോയിരിക്കുന്ന എല്ലാ ആളുകളോടും നല്ലത് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഭരണത്തിൽ ഇത്രയും വലിയ വിശാലതയും മറ്റും അല്ലാഹു കൊടുത്തിട്ടും ഒരിക്കൽ പോലും ഒരാൾക്കും നൽകിയ കഥ രാജാവ് പറഞ്ഞിട്ടില്ല. നമ്മളയാൾക്ക് ഇത്ര കൊടുത്തു, മറ്റേയാൾക്ക് ഇത്ര കൊടുത്തു, ഒരാളോടും പബ്ലിസിറ്റി ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വർത്തമാനം ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഒരു വൃദ്ധനായ ആളെയാണ് രാജാവ് കാണുന്നതെങ്കിൽ അയാളോട് ബഹുമാനം കാണിക്കും, അയാൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കും. ഒരു ആലിമിനെയാണോ കാണുന്നത്, ആലിമിനോട് ഇൽമന്വേഷിക്കും, ആലിമിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഇൽമൊക്കെ സ്വീകരിക്കും, ആലിമിനോട് സഹവസിക്കാൻ വേണ്ടി ശ്രമിക്കും. സുബ്ഹാനല്ലാഹ്, വലിയ സന്തോഷമുള്ള മഹാനവറുകൾ ജീവിതത്തിൽ ഒരുപാട് കൃത്യങ്ങൾ ചെയ്തു വെച്ചു. അള്ളാഹുവിന്റെ തഖ്വയിലായി ജീവിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സന്തോഷം കൊടുത്തു. ഭരണരംഗത്ത് വലിയ വിശാലത കൊടുത്തു. ആക്രമിക്കാൻ വേണ്ടി വന്ന ആളുകള് ആ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നയനിലപാടുകൾക്ക് മുന്നിൽ ഒതുങ്ങിക്കൊടുത്തു. തീരുമാനങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു. എന്നിട്ട് വിശുദ്ധ ദീൻ ജനങ്ങൾക്കിടയിൽ നടത്താനുള്ള നല്ല സൗകര്യം അല്ലാഹു ചെയ്തു കൊടുത്തു. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. നേരത്തെ ആളുകൾക്ക് വലിയ ഭീതിയായിരുന്നു. ബൈത്തുൽ മഖ്ദിസ് പിടിച്ചടക്കിയ ആളുകളുടെ കയ്യിൽ നിന്നതിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഇന്നും നിങ്ങൾ നോക്ക്, ബൈത്തുൽ മഖ്ദിസിന്റെ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനം നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അതിനൊരു ഫത്ഹ് കാത്തു കഴിയുന്നത് ബഹുമാനപ്പെട്ട മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം അവരുടെ വരവോടുകൂടി അതിനോടനുബന്ധിച്ച് വലിയ ഫത്ഹ് സമ്മാനിക്കാൻ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വരവും അതൊക്കെ ജനങ്ങൾ കാത്തു കഴിയുന്ന സംഗതികളാണ്. ഇപ്പോഴും വലിയ സംഘട്ടനങ്ങളും പീഡനങ്ങളും അവിടെ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ബൈത്തുൽ മഖ്ദിസിന്റെ മോചനം മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ നടത്തിയ ഭരണവും സേവനവും വല്ലാത്ത രൂപത്തിൽ സ്തുതി പറയുന്ന സേവനങ്ങളാണ്. കൊടുത്ത ധർമ്മങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഇഷ്ടം പോലെയാണ് ധർമ്മം ചെയ്തത്. അള്ളാഹു എത്രയാണോ നൽകിയത്
ആ നൽകിയതിനനുസരിച്ച് ആളുകൾക്ക് ഉപകാരം ചെയ്തു. ഇതെല്ലാം പഠിച്ചെടുത്തത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങളിൽ നിന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അങ്ങനെയല്ലേ? പ്രയാസമുള്ള ഘട്ടത്തിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച ശൈലി മറ്റൊന്നാണ്. ഇസ്ലാമിക ലോകത്ത് വിശാലത വന്നപ്പോൾ കടക്കാരുടെ കടങ്ങൾ വീട്ടിയിരുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഓരോ നാട്ടിലും അല്ലാഹു തആല നിറയെ സമ്പത്ത് നൽകിയ കുടുംബങ്ങളെ കാണാം, നല്ല ഐശ്വര്യമുള്ള പണക്കാരെ കാണാം. അവർക്ക് കീഴിലായിട്ട് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിലും കണ്ടറിഞ്ഞിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നൊരു സ്വഭാവമില്ലേ? ആ സ്വഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർത്തി തന്നത്. ആദ്യഘട്ടത്തിലൊക്കെ ജനാസ കൊണ്ടുവരുന്ന സമയത്ത് സ്വഹാബത്ത് ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്കാണ്. ഈ വന്ന ജനാസക്ക്, ഈ കിടക്കുന്ന ജനാസക്ക് കടമുണ്ടോ? കടമുണ്ട്. വീട്ടാൻ വല്ല മാർഗങ്ങളൊന്നുമില്ല. ആരെങ്കിലും അത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഏറ്റെടുക്കാനും തയ്യാറില്ല. അപ്പോൾ തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്ക് കേൾക്കുന്നത് സ്വഹാബത്തിന് അസഹ്യമാണ്. തങ്ങൾ പറയും, സ്വല്ലൂ അലാ സ്വാഹിബിക്കും, നിങ്ങളെ കൂട്ടുകാരന് നിങ്ങൾ അങ്ങ് നിസ്കരിക്കണം. തങ്ങൾ നിസ്കരിക്കുന്നില്ല, തങ്ങൾ അങ്ങ് റൂമിലേക്ക് കയറിപ്പോകും. ഫർള് കൂടാനും സ്വഹാബത്ത് നിസ്കരിച്ചാലും ഫർള് കൂടുമല്ലോ. പക്ഷെ ഒരു വലിയ ബഹുമാനവും വലിയ സന്തോഷമാണ് അതുകൊണ്ട് നഷ്ടപ്പെടുന്നത്. വലിയൊരു ബാധ്യതയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരാൾക്ക് പോലും ഒരു ബാധ്യതയും ബാക്കി വെച്ചിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിരിഞ്ഞുപോയത്. എല്ലാവർക്കുള്ള ഹക്കുകൾ കൊടുത്തു വീട്ടിയിട്ടാണ്. ഇന്ന് നിങ്ങൾ നോക്ക്, ഭാരിച്ച ബാധ്യതകളോടുകൂടിയാണ് ആളുകൾ പലരും വിട പറയുന്നത്. രണ്ടാമത്തെ ഒരു ഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരുടെ പുരോഗതിയിലാണ് സന്തോഷിച്ചത്. ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ ജനാസ കൊണ്ടുവന്നാൽ ആരെങ്കിലും ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചാൽ ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടായിത്തീരുന്നു. ഞാൻ ഏറ്റെടുത്തു നബിയെ, കടം ഞാൻ ഏറ്റെടുത്തു. തങ്ങളതാ മുന്നിലേക്ക് നിൽക്കുന്നു, നിസ്കരിക്കുന്നു. വലിയ സന്തോഷമാണ്. ഏറ്റെടുക്കാനുള്ള വിശാലത സ്വഹാബത്തിന് കച്ചവടത്തിലൂടെയും മറ്റും അള്ളാഹു നൽകിയിരുന്നു. ഒരു വെറും വാക്കായിട്ടുള്ള ഏറ്റെടുക്കലല്ല. ഉമ്മയാണ് ഈ കിടക്കുന്നത്, ഉമ്മാന്റെ കടങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തു. ബാപ്പയാണ് ഈ കിടക്കുന്നത്, ബാപ്പാന്റെ കടങ്ങളൊക്കെ മകൻ ഏറ്റെടുത്തു. ആ മക്കളെ പേരുകളൊക്കെ ഉസ്താദുമാരോ മറ്റോ വായിക്കുമ്പോ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, അവരുടേതൊക്കെ നമ്മൾ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഒരു വലിയ ബാധ്യത നമ്മുടെ പെരടിയിലേക്ക് നമ്മൾ ഏൽക്കുകയാണ്. പിന്നെ അവരോടൊരു ചോദ്യമുണ്ടോ? ഇല്ലേ. നമ്മൾ ഏറ്റെടുത്തില്ലേ, ഇനി അവരോടെന്ത് ചോദ്യമാണ്? ഇനി ഭാരിച്ച ബാധ്യത ഏറ്റെടുത്ത നമുക്കാണ് അന്വേഷണത്തിന്റെ ചുമതലയും. എവിടെയെല്ലാം ബന്ധങ്ങളുണ്ടോ ആ ബന്ധങ്ങളിലെല്ലാം ബാധ്യതകൾ വന്നിട്ടുണ്ടോ അന്വേഷിച്ചു കൊടുക്കേണ്ട ബാധ്യതയും നമുക്കാണ്. അങ്ങനെയാണ് സ്വഹാബത്ത് സാഹസികമായി വർഷങ്ങൾ അതിനു വേണ്ടി ചെലവിട്ടത്. 1, 2, 3, 4 വർഷങ്ങളിലായി വ്യത്യസ്ത ആളുകൾക്കുള്ള ഹക്കുകൾ കൊടുത്തു വീട്ടിയ സംഭവങ്ങൾ ഹദീസുകളിൽ കാണാം. കാരണം ഭാരിച്ച ബാധ്യതയാണ് ഏറ്റെടുക്കുന്നത്. അന്നത്തെ ആ ദിവസം കൊണ്ട് മുഖം മിനുക്കൽ കൊണ്ടത് കഴിയുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകളോട് തങ്ങൾ കൃത്യമായി ചോദിക്കാറുണ്ട്, വീട്ടിയിട്ടുണ്ടോ? നമ്മളോട് അങ്ങനെ ചോദിക്കാൻ നാട്ടിൽ ഏതെങ്കിലും നല്ലൊരു സ്വീകാര്യോഗ്യരായ ഒരു സയ്യിദോ ആലിമൊക്കെ ഉണ്ടെങ്കിൽ കുറെ എണ്ണം വീട്ടിൽ പോവും. നല്ലതാ ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട ഖത്താദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഒരു കൂട്ടുകാരൻ വഫാത്തായി ജനാസ കൊണ്ടുവന്നപ്പോ ഞാനങ്ങ് ഏറ്റെടുത്തു. നബിയെ, ഞാൻ ഏറ്റെടുത്തു, ഞാൻ വീട്ടിക്കോളാന്നു. രാവിലെ നിസ്കാരം, ജനാസ നിസ്കാരം കഴിഞ്ഞ് ളുഹറിന്റെ പള്ളിയിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം, കടം വീട്ടിയോ? 3, 7, 14, 40 കഴിയണ്ട. അന്ന് തന്നെ മഗ്‌രിബാകുന്നതിന് മുമ്പ്, അന്ന് തന്നെ അസ്റാകുന്നതിന് മുമ്പ് വീട്ടാൻ കഴിയോ? പെട്ടെന്ന് വീട്ടണം. അതിന് പല ആൾക്കാരും ഇവിടെ വരാനുണ്ട്, പലരും ചേരാനുണ്ട്. എല്ലാവർക്കും കണക്ക് ബോധിപ്പിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു മരിച്ച ആളെ എത്ര പെട്ടെന്ന് ഫ്രീ ആക്കി കൊടുക്കാൻ കഴിയോ അത്രയും പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കണമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിന് കുറെ താമസങ്ങൾ ആവശ്യമില്ല. ളുഹർ നിസ്കാരത്തിന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല നബിയെ, വീട്ടിയിട്ടില്ല. ഞാൻ അതിന്റെ തയ്യാറെടുപ്പിലാണ്, അതിന്റെ ഒരുക്കത്തിലാണ്. മഹാനവറുകൾ പറഞ്ഞു, ഖത്താദ് റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു അസ്റിനും എന്നോട് ചോദിക്കും ഉറപ്പാണ്. കാരണം ളുഹ്ർ കഴിഞ്ഞപ്പോഴേക്ക് ചോദിച്ചല്ലോ, എന്നാൽ അസ്റിനും ചോദിക്കും. അസ്റാകുന്നതിന്റെ മുമ്പ് ആ മരിച്ച കൂട്ടുകാരന്റെ വഫാത്തായ സ്വഹാബിയുടെ കടങ്ങളൊക്കെ വീട്ടി. അസ്ർ നിസ്കാരത്തിന് ജമാഅത്തിന് ഞാൻ പള്ളിയിലെത്തി. നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദ്യം വന്നു, കൊടുത്തു വീട്ടി, ഒക്കെ വീട്ടി. അൽഹംദുലില്ലാ, സന്തോഷായി. ഇത് രണ്ടാമത്തെ ഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടം, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മദീനയിലേക്ക് പൊതുഖജനാവിലേക്ക് ധാരാളം സമ്പത്ത് വന്നപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുന്ന ശൈലി വേറെയാണ്. തങ്ങളുടെ അധീനതയിൽ അല്ലാഹു തആല ഒരുപാട് ഖൈർ നൽകിയപ്പോൾ ചോദിക്കുന്നു, ജനാസ കൊണ്ടുവന്നാൽ ഈ ജനാസക്ക് കടമുണ്ടോ? ഉണ്ട്. വീട്ടാൻ സ്വത്തുണ്ടോ? സ്വത്തുണ്ട്. അനന്തരക്കാരുമുണ്ട്. തങ്ങളെ ഭാഷ, ആ കടം ഞാൻ വീട്ടിക്കൊള്ളാം, സ്വത്ത് കുടുംബക്കാരെടുത്തോട്ടെ. അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി. ഓരോ വിശ്വാസിയോടും സ്വന്തത്തെക്കാൾ ബന്ധമുള്ളവനാണ് ഞാൻ. ഖുർആനും നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളോട് കൂടുതൽ ബന്ധമുള്ള ആളാണ്. മിൻ അൻഫുസിഹിം, അവരുടെ ശരീരത്തെക്കാൾ ബന്ധം. സ്വന്തം നമ്മുടെ ശരീരത്തെക്കാൾ നമുക്ക് ബന്ധം വേണ്ടത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. തങ്ങൾക്കുള്ള ബന്ധമോ സ്വന്തത്തെക്കാളും നമ്മളോടാണ്. എന്നിട്ട് തങ്ങൾ പറയാണ്, ആ മുഅ്മിനായ മനുഷ്യനുള്ള സ്വത്തില്ലേ, അത് ഫലിവറസതിഹി, അനന്തരക്കാര് വിഹിതിച്ചെടുത്തോട്ടെ. കടബാധ്യതയുള്ള ആളുകൾ മുഴുവനും എന്റെ അടുത്തേക്ക് വരണം. ഫഅലയ്യ ഖളാഉഹു, അത് വീട്ടാനുള്ള ബാധ്യത ഞാൻ ഏറ്റെടുത്തു പോയി. ഇങ്ങനെ മറ്റുള്ളവരുടെ കടബാധ്യതകളൊക്കെ വീട്ടുന്നൊരു സ്വഭാവം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാമ്പത്തിക വിശാലത പൊതുഖജനാവിലൂടെ അള്ളാഹു നൽകിയപ്പോൾ തങ്ങൾ ഇത് നിർവഹിച്ചിരുന്നു. സുൽത്താൻ സലാഹുദ്ദീനുൽ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ആ മാതൃകയാണ് സ്വീകരിച്ചത്. ആളുകളുടെ വിഷമങ്ങളൊക്കെ അകറ്റിക്കൊടുക്കുക വലിയ സന്തോഷമാണ്. ദുനിയാവിൽ ഒരു വ്യക്തിയുടെ വിഷമം നമ്മൾ അകറ്റിയാൽ, ഒരാൾക്ക് വേണ്ട കടബാധ്യത തീർത്തു കൊടുത്താൽ, ഒരാളുടെ ഫഖറിൽ നിന്ന് ഒരാളെ നമ്മൾ മോചിപ്പിച്ചാൽ, ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി, ഒരാൾക്ക് എന്തെങ്കിലും ജോലി നമ്മുടെ കാര്യം കൊണ്ട് നമ്മൾ ശരിയാക്കി കൊടുത്തു, അയാളിൽ നിന്ന് ഒന്നും നമ്മൾ വസൂലാക്കിയിട്ടില്ല, നമ്മുടെ കീഴിലോ നമ്മളെ കൊണ്ട് കഴിയുന്ന കഴിവിലോ ഒരാൾക്കൊരു വിഷമം മാറ്റിക്കൊടുത്താൽ, ആഖിറത്തിലെത്തുന്ന സമയത്ത് അള്ളാഹു നമുക്ക് തരുന്നത് വലിയ സന്തോഷമാണ്. മൻ നഫ്ഫസാൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയാ, ഒരു വിശ്വാസിക്ക് ദുനിയാവിൽ വരുന്നൊരു പ്രതിസന്ധി മാറ്റിക്കൊടുത്താൽ, നഫ്ഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഇവിടെയുള്ള പ്രതിസന്ധി ചെറുതാണ്, അതേ സമയത്ത് പാരത്രിക ലോകത്ത് വലിയ പ്രതിസന്ധിയാണ്. അവിടെയുള്ള പ്രതിസന്ധി അല്ലാഹു തആല മാറ്റി തരുന്നു. അപ്പൊ ഇവിടെ ധാരാളം ആളുകളുടെ പ്രതിസന്ധികൾ മാറ്റുമ്പോഴോ ആ മാറ്റിപ്പോകുന്ന ആൾക്ക് ആഖിറത്തിൽ ഒരു പ്രതിസന്ധിയുമില്ല. അയാൾക്ക് മീസാനിൽ പ്രതിസന്ധിയില്ല, വിചാരണ വേളയിൽ പ്രതിസന്ധിയില്ല, സിറാത്തിലൂടെ നടക്കുമ്പോ പ്രതിസന്ധിയില്ല, ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ നിൽക്കേണ്ടി വരില്ല, വിയർത്ത് കുളിക്കേണ്ടി വരില്ല. എല്ലാ ഘട്ടങ്ങളിലും സന്തോഷമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമുക്ക് നൽകിയ പാഠങ്ങളാണിത്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അല്ലാഹു അടുത്ത ദർജയേറ്റി കൊടുക്കട്ടെ. ഒരു വിഷമിക്കുന്ന ആളെ കണ്ടാൽ കുണ്ടൂർ ഉസ്താദിന്റെ മനസ്സ് വിഷമിക്കും. നമുക്ക് വിഷമം വരും. കുണ്ടൂർ ഉസ്താദിന് പുറത്ത് ഒരു വിഷമമുള്ള ഒരാളെ കണ്ടാൽ അതിനേക്കാളും വിഷമിക്കാണ് ഉസ്താദിന്റെ മനസ്സ്. എന്നിട്ട് അയാൾക്ക് ഇനി എങ്ങനെ വാങ്ങിക്കൊടുക്കുക? അപ്പൊ അടുത്ത് വരുന്ന ആൾക്കാരോടൊക്കെ പറയും, ഇയാൾക്ക് ഇങ്ങനെ ഒരു വിഷമമുണ്ട്, ഇയാൾക്ക് ഇങ്ങനെ ഒരു വിഷമമുണ്ട്. അത് നമ്മളെല്ലാരും കൂടിയിട്ട് ഇപ്പം അങ്ങോട്ട് മാറ്റി കൊടുക്കണം. ആ മാറ്റി കൊടുക്കുമ്പോഴാണ് പിന്നെ മനസ്സിലൊരു സന്തോഷം വരുന്നത്. അതങ്ങനെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ അടുപ്പമുള്ള മനസ്സുകളൊക്കെ അങ്ങനെയാ.
ഒരു വിഷമം അനുഭവിക്കുന്ന ആളെ വിഷമം അവർ കേൾക്കാൻ കഴിയൂല. സ്വഹാബത്തിന്റെ മനസ്സെങ്ങനെയാണ്? അതുകൊണ്ടാണ് സ്വഹാബത്തിനെ പറ്റി ഖുർആൻ അങ്ങനെ പറഞ്ഞത്, റുഹമാഉ ബൈനഹും. സ്വഹാബിമാർ അവർക്കിടയിൽ വലിയ വാത്സല്യമുള്ളവരാണ്, കാരുണ്യമുള്ളവരാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ആണാകട്ടെ പെണ്ണാകട്ടെ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ സ്വന്തം കുടുംബത്തെക്കാളും ഏറെ പരിഗണിക്കുന്നത് ആ വിഷമം അനുഭവിക്കുന്ന വ്യക്തിയെയാണ്, ആണിനെയാണ്, പെണ്ണിനെയാണ്. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്ത് ആ നാട്ടില് മദീനയുടെ അങ്ങേയറ്റത്ത് ഒറ്റക്ക് താമസിക്കുന്ന വിധവയായ ഒരു പെണ്ണുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ എല്ലാ ദിവസവും രാത്രി നേരമേറെ വെളുക്കാൻ കാത്തു നിൽക്കാതെ ആ വിധവയായ സ്ത്രീയുടെ വീട്ടിൽ പോയി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് ഈ വിവരം കിട്ടുന്നത്. ഇങ്ങനെ വിധവയായി താമസിക്കുന്ന അങ്ങേയറ്റത്തെ പ്രായാധിക്യമുള്ള ഒരു മഹദിയുണ്ട്. ആ മഹദിക്ക് സ്വന്തമായി കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള കഴിവില്ല. ഭക്ഷണങ്ങൾ പാചകം ചെയ്യാൻ സഹായത്തിന് ആരുമില്ല. വസ്ത്രങ്ങൾ അലക്കി കൊടുക്കാൻ ആരുമില്ല. ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് വിവരം കിട്ടിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പോയി നോക്കുന്നു. പോയി നോക്കുമ്പോ ആ വിധവയായ ഉമ്മ പറയുന്നു, എനിക്ക് ഭക്ഷണം കിട്ടി, വസ്ത്രങ്ങളൊക്കെ ഞാൻ മാറി, ഞാൻ കുളിച്ചു, കുളിക്കാൻ എനിക്ക് വെള്ളം ചൂടാക്കി തന്നു, വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ആരാണെന്ന് ചോദിക്കുമ്പോ കൃത്യമായി പറയാൻ ഉമ്മാക്ക് അറിയുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും വന്ന് പരിശോധിക്കുകയാണ്. പക്ഷേ 2 ദിവസവും 3 ദിവസവും ഒക്കെ വന്ന് പരിശോധിക്കുമ്പോഴേക്ക് കൃത്യങ്ങളൊക്കെ നിർവഹിച്ച് ആള് പോയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം വന്നപ്പോഴാണ് മനസ്സിലായത് ആ വീട്ടിൽ നിന്ന് ഈ ദൗത്യങ്ങളൊക്കെ നിർവഹിച്ചു പോകുന്നത് ഭരണാധികാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോ ആ ദൗത്യം ഏറ്റെടുക്കുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. വർഷങ്ങളോളമാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ ദൗത്യം ചെയ്യുന്നത്, ആ ഒരു സേവനം ചെയ്യുന്നത്. അപ്പോഴാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു ഈ വിവരം കിട്ടിയത്. ത്വൽഹ റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും വന്നു നോക്കുമ്പോ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ആള് പോയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം നേരത്തെ വന്നപ്പോഴാണ് മനസ്സിലായത് ആ വീട്ടിൽ വന്ന് സേവനം ചെയ്തു പോകുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. പാവപ്പെട്ടവർക്ക് ഒത്താശ ചെയ്യുക, അവർക്ക് സ്നേഹങ്ങൾ ചൊരിയുക അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യമാണ്. പാവങ്ങളായ ആളുകൾക്ക് ഒത്താശ ചെയ്യുക, അവരെ കണ്ടറിഞ്ഞ് സ്നേഹിക്കുക, സഹായിക്കുക, അവർക്ക് വേണ്ട ചെലവുകൾ എവിടുന്നെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. തങ്ങളെ അടുത്ത് വരുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വരുന്ന ആളുകൾ, വളരെ ദരിദ്രരായ പാവപ്പെട്ട ആളുകൾ വരുമ്പോ അവരെ കാണുമ്പോഴേക്ക് തങ്ങൾക്ക് സങ്കടമാണ്. ഒരു ദിവസം ഒരു കൂട്ടം ആളുകൾ വന്നു. തങ്ങളെ വിശ്വസിച്ച ആൾക്കാരാണ്. പക്ഷെ അവരെ ശരീരത്തിലെ വസ്ത്രങ്ങളൊക്കെ കണ്ടപ്പോ തങ്ങൾ മനസ്സ് വിഷമിച്ച് തങ്ങളിങ്ങനെ താഴോട്ട് നോക്കി. സ്വഹാബത്തിന് മനസ്സിലായി തങ്ങളെ മനസ്സിൽ വല്ലാത്ത വിഷമുണ്ട്. അതുകൊണ്ടാണ് താഴോട്ട് ഇങ്ങനെ തലതാത്തിയത്. കാരണം വസ്ത്രങ്ങളൊക്കെ കീറിപ്പറിഞ്ഞിട്ടുണ്ട്, ഭക്ഷ്യവസ്തുക്കളൊന്നും അവരെ കയ്യിലില്ല. ഇത് കണ്ടപ്പോ സ്വഹാബത്ത് മനസ്സിലാക്കി പെട്ടെന്ന് എവിടുന്നെങ്കിലും വസ്ത്രങ്ങൾ ശേഖരിക്കണം, ഭക്ഷ്യവസ്തുക്കളും ശേഖരിക്കണം. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തങ്ങൾ കാണുന്നത് മുന്നിൽ 2 കൂമ്പാരമാണ്. ഒരു കൂമ്പാരം ഭക്ഷണത്തിൻ്റെതാണ്, മറ്റൊരു കൂമ്പാരം വസ്ത്രങ്ങളുടെ കൂമ്പാരമാണ്. ഈ 2 കൂമ്പാരങ്ങൾ മുന്നിൽ കണ്ടപ്പോൾ തങ്ങൾ നോക്കി വല്ലാതെ സന്തോഷത്തോടെ ചിരിച്ചിട്ട് പറഞ്ഞു, ഇത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ കാനത് ലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഇസ്ലാമിൽ ഒരു നല്ല ആചാരം ആരെങ്കിലും നടപ്പാക്കിയാൽ ആ ആചാരം ചെയ്തവർക്കും അത് പിന്നീട് പിന്തുടർന്ന് ചെയ്യുന്നവരുടെയും ഒക്കെ കൂലി ആരാണോ തുടക്കത്തിൽ ചെയ്തത് അവർക്കുണ്ടാകും. സ്വഹാബത്ത് 2 കൂമ്പാരങ്ങളാക്കി. ഒരു ഭാഗത്ത് വലിയൊരു ഭക്ഷണത്തിന്റെ കൂനയും മറ്റൊരു ഭാഗത്ത് വസ്ത്രത്തിന്റെ കൂനയും കണ്ടപ്പോ തങ്ങളെ മനസ്സിൽ വല്ലാത്ത സന്തോഷം വന്നു. തങ്ങൾ പറഞ്ഞു, വസ്ത്രങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് ധരിച്ചോളൂ, ഭക്ഷ്യവസ്തുക്കളൊക്കെ നിങ്ങൾ
നിങ്ങളെടുത്ത് ശേഖരിച്ചോളൂ, ഇവിടുന്ന് പോകുന്ന സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അവരെ മനസ്സിന് വന്ന സന്തോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിച്ചു. അതാണ് മനസ്സ് തകർന്ന് കിടക്കുന്ന ആളുകളുടെ മനസ്സ് നോക്കിയിട്ട് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് പരിഹരിച്ചിരുന്ന നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന, യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു അലിവ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാട്ടിലൊക്കെ വലിയ സഹകരണത്തോടുകൂടെ പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത്. അവർക്ക് ഭക്ഷിക്കാൻ വകുപ്പില്ലെങ്കിൽ അതിലേക്കുള്ള ചെലവ് ആളുകൾ സ്വരൂപിച്ചു കൊടുക്കുന്നത്. നിത്യരോഗികളെ ഒരുപാട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് അവരെ സഹായിക്കുന്നത് ആ വാത്സല്യവും സ്നേഹവും മനസ്സിലുള്ളത് കൊണ്ടാണ്. ഉമ്മമാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മദീനയിലെ മിസ്കീന്മാർക്ക് കാര്യമായി സ്വതക്ക നൽകിയിരുന്ന മഹദിയാണ് ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവിക്കൊക്കെ കിട്ടിയ ഒരു മാസത്തെ ഹദിയകൾ കൂട്ടി വെച്ചാൽ മക്ക മദീനന്റെ ഇടയിലുള്ള സ്ഥലം മൊത്തം വാങ്ങാം. അത്രയാണ് ആളുകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടുപിടിക്കൽ കൊണ്ടുവന്ന് കൊടുത്തിരുന്നത്. പഴയ കാലത്തൊരു പതിവുണ്ടല്ലോ. എന്താ പതിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 ഭാര്യമാരുടെ വീട്ടിൽ 9 ദിവസം നിൽക്കും അല്ലേ? 9 ദിവസം നിൽക്കുമ്പോഴും ഹദിയകൾ വരുന്നത് മുഴുവനും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ്. അവിടേക്കാ വരല്. അത് സ്വഹാബത്ത് പിന്നീടും ആ ഒരു പരിപാടി തുടർന്നിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ എന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്, അന്ന് മാത്രമാണ് ഹദിയകൾ വരാറുള്ളത്. ചില പാത്രങ്ങളിൽ പാല് വരും, ചില കൊട്ടകളിലായിട്ട് വട്ടികളിലായിട്ട് കാരക്ക വരും, മുന്തിരി വരും, നല്ല ഭക്ഷ്യവസ്തുക്കൾ വരും, പച്ചക്കറികൾ വരും, അതുപോലെ തന്നെ ചോളം വരും, ബാർലി വരും, പലതും വരും. ചിലപ്പോഴൊക്കെ തേന് വരും, പലതും ഹദിയയായിട്ട് വരും. മറ്റു ഭാര്യമാരുടെ വീട്ടിലേക്കൊന്നും അങ്ങനെ വരാറില്ല. എന്നാൽ ഈ വന്നത് മുഴുവനും ഇവിടെ ശേഖരിക്കുകയാണോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പതിവ്? അല്ല, ഒന്നും അവിടെ എടുത്തു വെക്കുന്ന പതിവില്ല. പാത്രങ്ങളിലാക്കി, പാക്കറ്റുകളിലാക്കി അപ്പുറത്തുള്ള വീടുകളിലേക്ക് കൊടുത്തേക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വം കൂടിയാണത്. ഉമ്മമാരെല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയ ചർച്ച. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പോയിട്ട് പറയണം. എല്ലാവരുടെയും നേതൃത്വത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇല്ല, ഒരു സ്വകാര്യ ചർച്ച നടന്നു. ആ ചർച്ചയിൽ വരെ തീരുമാനം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വരുമ്പോൾ മാത്രമാക്കരുത് ഹദിയ. ജനങ്ങളോട് തങ്ങൾ പറയണം, ഏത് വീട്ടിലേക്കും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞേക്കണം. പക്ഷെ ഇത് ആര് പറയുന്നുള്ളിടത്താണ് പിന്നെ ഒരു ചർച്ച. എല്ലാരും ചർച്ച ഇങ്ങനെ പറയാൻ തീരുമാനിച്ചു. ചിലരൊക്കെ പറഞ്ഞു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഏൽപ്പിക്കാം. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു കാര്യവും തങ്ങൾ മടക്കൂല, തങ്ങൾ സ്വീകരിക്കും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ മതി, അതാ നല്ലത്. അപ്പൊ പിന്നെ ഇനി ആരാ പറയാ? പലരും പറഞ്ഞു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയട്ടെ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പോയി പതുക്കെ ധൈര്യമൊക്കെ സംഭരിച്ച് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഞങ്ങളെ വക ഇങ്ങനെ ഒരു നിർദ്ദേശമുണ്ട്. അങ്ങനെ നിർദ്ദേശമൊക്കെ കേൾക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. അതൊക്കെ നമുക്ക് വേണം. കുടുംബജീവിതത്തിലെ വലിയൊരു വിഷയമാണിപ്പോ. എന്തെങ്കിലും പറയുമ്പോൾ കേൾക്കാനൊരു അവസരം വേണ്ടേ? അതിനൊരു സൗകര്യമൊക്കെ. കുടുംബക്കാര് പല പരാതികളും പറയുമ്പോൾ ഒന്നും കേട്ടുകൊടുക്കാൻ സൗകര്യമില്ലെങ്കിൽ പിന്നെ പരാതികളൊക്കെ പുറത്തായി പോകും. സ്വന്തം മക്കള്, സ്വന്തം കുടുംബങ്ങള്, ഭാര്യയൊക്കെ പറയുന്ന വിഷയങ്ങൾ കേട്ടുകൊടുക്കണം. ചെയ്യുന്നോ ചെയ്യുന്നതിന് പിന്നല്ലേ കേട്ടുകൊടുക്കാനൊരു മനസ്സ് വേണ്ടേ? ഒന്നും ഇങ്ങോട്ട് പറയണ്ട അറിയാൻ പറ്റും? അത് പറ്റൂല. ഇവരൊക്കെ കൂടി പറയാൻ വേണ്ടി വന്ന വിഷയം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഹദിയ എല്ലാ വീട്ടിലേക്കും വരട്ടെ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് മാത്രം തങ്ങൾ വരുന്ന അന്ന് മാത്രമാകണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറഞ്ഞു, നിങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിൽ വലിയ മാറ്റമുണ്ട്. ആയിഷ ബീവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നെ വിഷമിപ്പിക്കരുത്. ഞാൻ നിങ്ങളോടൊപ്പമൊക്കെ മൂടിപ്പൊതിച്ച് കിടക്കാറുണ്ട്, നിങ്ങളോടൊപ്പമൊക്കെ ഞാൻ സല്ലപിക്കാറുണ്ട്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഞാൻ കിടക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ വഹി എനിക്ക് അവതരിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ആരുടെ കൂടെ കിടക്കുമ്പോഴും എനിക്ക് വഹി അവതരിക്കാറില്ല.
അതുകൊണ്ട് ആയിഷ ബീവിയും നിങ്ങളും തമ്മിൽ മാറ്റമുണ്ട്. ലാ തുദിയന്നീ ഫീ ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ എന്നെ നിങ്ങൾ ഇടങ്ങേറാക്കരുത്, എനിക്ക് നിങ്ങൾ ശല്യം ചെയ്യരുത്. അങ്ങനെ ഒരു ബഹുമാനം മഹദിക്ക് അല്ലാഹു തആല നൽകിയത് കൊണ്ട് പാരിതോഷികങ്ങൾ തങ്ങളെ വഫാത്തിന് ശേഷവും ധാരാളം കിട്ടിയിരുന്നു. പക്ഷേ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ വലിയ സൗകര്യമുള്ളൊരു സൗധം നിർമ്മിച്ചോ? ഇല്ല. ആയിഷ റളിയല്ലാഹു അൻഹ മദീനയിൽ എവിടെയെങ്കിലും സാമ്പത്തികമായ പുരോഗതിക്ക് വേണ്ടി ഏതെങ്കിലും 1, 2, 3 തോട്ടങ്ങൾ പോകട്ടെ, ഒരു തോട്ടമെങ്കിലും വാങ്ങിയെടുത്തോ? ഇല്ല. താമസിച്ചത് മുഴുവനും ആ ചെറിയ സൗകര്യമുള്ള മുറിയിലാണ്. അവിടെയാണ് നിസ്കരിച്ചത്, അവിടെയാണ് കിടന്നുറങ്ങിയത്, അവിടെ വെച്ചാണ് ഖുർആൻ ഓതിയത്, അവിടെ വെച്ചാണ് ഇൽമി വിതരണം ചെയ്തത്. എല്ലാം ആ ഒരു ചെറിയ സൗകര്യമുള്ള സ്ഥലത്താണ്. പിന്നെ എന്താ ചെയ്യാറുള്ളത്? കിട്ടുന്ന ഹദിയകൾ മുഴുവനും പാവങ്ങളെ അഡ്രസ്സിൽ കൊടുത്തേക്കുകയാണ്. കയ്യും കണക്കുമില്ലാത്ത സ്വതക്കയാണ് ചെയ്യുന്നത്. നേർച്ചകളാക്കി കൊടുക്കുന്നത് ധാരാളമുണ്ട്, അല്ലാതെയും കൊടുക്കുന്നത് ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ മദീനയിലെ മിസ്കീന്മാരുടെ, പാവങ്ങളുടെ ഒരു ഒത്താശയുള്ള അത്താണിയായിട്ടുള്ള വീടായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ താമസിച്ച വീട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ മിസ്കീന്മാര് മുഴുവനും പൊട്ടിക്കരഞ്ഞുപോയി. എല്ലാവരും പറഞ്ഞു, ഞങ്ങളുടെ അവലംബം നഷ്ടപ്പെട്ടു. എല്ലാ ദിവസവും ജീവിക്കാൻ ഞങ്ങൾക്ക് വകുപ്പ് നൽകിയിരുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു. എത്രത്തോളം ഇഷ്ടം പോലെ സ്വത്ത് കൊണ്ടുവന്ന് കൊടുത്തിരുന്ന മഹാന്മാരിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. കച്ചവടം കഴിഞ്ഞിട്ട് കിട്ടുന്ന ലാഭങ്ങളിൽ നിന്ന് നല്ലൊരു വിഹിതം കൊണ്ടുപോയി കൊടുക്കും ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുറ്റത്ത്. പൂമുഖത്ത് വെച്ചിട്ട് പറയും, ഉമ്മാ, കഴിഞ്ഞ ദിവസം കിട്ടിയ ലാഭത്തിൽ നിന്നൊരു വിഹിതമാണ്, ദുആ ചെയ്യണേ. ഇഷ്ടം പോലെ പാവങ്ങൾക്ക് അവിടുത്തെ സ്വത്തിൽ നിന്ന് വിഹിതം കൊടുത്തിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തുന്ന സമയത്ത് ഒരു ദിർഹം പോലും കയ്യിലില്ലാത്ത മഹാനാണ്. ഉമ്മമാരെ, സഹോദരങ്ങളെ, നമ്മുടെ പഴയ കാലവും നമ്മുടെ ഇപ്പോഴുള്ള കാലവും ചേർത്ത് വെച്ചൊന്ന് വായിക്കണം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തുമ്പോ മഹാനവർകളെ നറുക്ക് വീണ സ്വഹാബി പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ നാളെ മാർക്കറ്റിൽ വരണം. അവിടെ എനിക്കൊരു കച്ചവടം നടത്തുന്നൊരു കടയുണ്ട്. ആ കടയിൽ ഞാനൊരു ഇടച്ചുമരി വെച്ച് തരാം. പകുതി ഭാഗം നിങ്ങൾ കച്ചവടം ചെയ്തോളൂ, പകുതി ഞാനും ചെയ്തു കൊള്ളാം. വിശ്വാസത്തിന്റെ പേരിൽ നൽകുന്നൊരു സമ്മാനമാണ്. വാടകക്കല്ല, അല്ലെങ്കിൽ ഒരു ഷെയറായിട്ട് മാസം മാസം എത്ര തുക തരണമൊന്നുമില്ല. മഹാനവറുകൾ ആ നറുക്ക് കിട്ടിയ അൻസാരിയായ സ്വഹാബി സ്വന്തം തുടങ്ങിയ കടയാണ്. ആ കടയാണ് പകുതിയായി കൊടുക്കുന്നത്. എനിക്ക് 2 ഭാര്യമാരുണ്ട്. നിങ്ങൾ ആ 2 ഭാര്യമാരിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിനെ സെലക്ട് ചെയ്തോളൂ, ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം. ഇദ്ദ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്യാമല്ലോ. ഇങ്ങനൊരു സ്നേഹം ലോകത്ത് സ്നേഹിച്ചവരാരാണ്? ഈ സ്നേഹം അവർ പഠിച്ചത് എവിടെ നിന്നാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് സഹവർത്തത്തിന്റെ, സമത്വത്തിന്റെ സ്നേഹം പഠിച്ചത്. ഇണയില്ലാതെ ജീവിതത്തിലേക്ക് മദീനയിലേക്ക് കടന്നു വരുന്ന സ്വഹാബിക്ക് കല്യാണം കഴിക്കാൻ ഇനി വകുപ്പുകൾ ഏറെ വേണ്ടേ? പക്ഷേ ഇവിടെ അതൊന്നും വേണ്ട. നിങ്ങൾക്ക് മഹറിനുള്ളതൊക്കെ ഞാൻ തരാം. എനിക്ക് 2 ഭാര്യമാരുണ്ട്. അതിൽ ഒന്നിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞോളൂ, ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം. ഇദ്ദ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങ് നിക്കാഹ് ചെയ്തെടുക്കാം. ബാക്കിയൊക്കെ നമുക്ക് സമ്മതിക്കാം. ഇതെങ്ങനെ ഒന്ന് സമ്മതിക്കത്? എന്തൊരു സ്നേഹാണിത്, എന്തൊരു സ്നേഹാണിത്. കച്ചവടമൊക്കെ ഒരു പക്ഷെ ഇവിടെ ആൾക്കാർ കൊടുത്തെന്നൊക്കെ പല ഭാഗത്തുനിന്ന് കഥകൾ പറഞ്ഞേക്കും. ഇത് 2 ഭാര്യമാരിൽ നിന്ന് ഇഷ്ടപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കിയിട്ട് അതാ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് പറ്റൂല, മറ്റേതെന്ന് പറയില്ലേ? അതൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് പറയാ, ത്വലാഖ് തരാം. ഇതൊരു ഈമാനിന്റെ സ്നേഹമാണ്, വിശ്വാസത്തിന്റെ ഒരു സ്നേഹമാണ്, ഒരു സഹകരണത്തിന്റെ സ്നേഹമാണ്.
പക്ഷേ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ മാർക്കറ്റിൽ എനിക്ക് പകുതി വേണ്ട, നിങ്ങൾ എനിക്ക് കുറച്ച് കാശ് കടമായി തരണം, കച്ചവടം ചെയ്യേണ്ട രൂപഭാവങ്ങളും പഠിപ്പിച്ചു തരണം, കച്ചവടം ചെയ്തിട്ട് ആദ്യം കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നിങ്ങളെ കടം ഞാൻ വീട്ടും, ഞാൻ അങ്ങനെ കച്ചവടം ചെയ്ത് വികസിപ്പിച്ചു കൊള്ളാം. 20 ദീനാർ കടം കൊടുത്തു. ഒരു മാസം കച്ചവടം ചെയ്ത് കിട്ടിയ ലാഭത്തിൽ നിന്ന് ആ 20 ദീനാർ കടം തിരിച്ചയച്ചു. പിന്നീട് സുബ്ഹാനല്ലാഹ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് മാർക്കറ്റിലേക്ക് സമ്പത്ത് വരുന്നത്, ചരക്ക് വരുന്നത് 700 ഒട്ടകത്തിന് മുകളിലാണ്. അത്രമാത്രം കച്ചവടം വികസിച്ചിട്ടുണ്ട്, വിശാലമായിട്ടുണ്ട്. ആ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാര് 700 ദീനാറും 2000 ദിർഹമും ഒക്കെ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നല്ലൊരു വിഹിതം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടുപടിക്കൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കുമ്പോ മഹദി അത് എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? വീട്ടിലുള്ള വേലക്കാരിയായ സഹോദരിയെ വിളിച്ചിട്ട് പറയും, ആ നമ്മുടെ അഡ്രസ് എവിടെ? ആ അഡ്രസ് ഒന്ന് എടുക്കൂ, നമുക്കതങ്ങ് ഓരോരുത്തർക്കും വിഹിതം ചെയ്യാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, എന്റെ ഭക്ഷണത്തിനുള്ള വകുപ്പൊക്കെ ആൾക്കാർ തരുമ്പോൾ ഞാൻ സ്വീകരിക്കേണ്ടി വരുന്നത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് സ്വീകരിക്കേണ്ടി വരില്ലായിരുന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ അവിടെ ചെറിയ പാത്രത്തിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. അങ്ങനെ 1, 2, 3 ദിവസമൊക്കെ ഞാൻ ആ പൊടി എടുത്തിട്ട് അങ്ങനെ ഹുബുസ് ഉണ്ടാക്കും. ഹുബുസ് എന്ന് പറഞ്ഞാൽ പത്തിരല്ല, റൊട്ടി, റൊട്ടി ഉണ്ടാക്കും. റൊട്ടി ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങനെ കഴിക്കും. അങ്ങനെ അതിൽ നിന്ന് പൊടി അങ്ങനെ എടുക്കും, റൊട്ടി അങ്ങനെ കഴിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ച വീടാണല്ലോ, അപ്പൊ അതിലങ്ങനെ പൊടി ഉണ്ടാകും, അങ്ങനെ കഴിക്കും. പക്ഷേ ഞാൻ അത് അളന്നു നോക്കിയിട്ടില്ലെങ്കിൽ വഫാത്തിന്റെ സമയം വരെ പൊടി അതിലുണ്ടായിരുന്നു. ചിലപ്പോ നമ്മളെ ഉമ്മമാർക്കുണ്ട് ഒരു അളന്നു നോക്കുന്ന സ്വഭാവം, ആവശ്യമുണ്ടെങ്കിൽ അളന്നാ മതി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ അളന്നു, പിറ്റേന്നൊക്കെ മാത്രമേ ഉണ്ടായതുള്ളൂ, പിന്നെ ഉണ്ടായില്ല. ഉണ്ടോ? ഇതിലെത്ര പൊടി ഉണ്ട് എന്ന് അളന്നു നോക്കിയിട്ടില്ലായിരുന്നില്ലെങ്കിൽ ഞാൻ വഫാത്താകുന്നത് വരെ പൊടി മതിയാകുമായിരുന്നു. എല്ലാ ദിവസവും എടുത്തങ്ങനെ ചൂടാലോ. അങ്ങനല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയ ബറക്കത്ത്. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ എത്രമാത്രം വലിയ ഐശ്വര്യത്തിലാണ് ജീവിച്ചത്. മക്കയിൽ നിന്ന് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് ബനൂ സഅദ് ഗോത്രത്തിലെ വീട്ടിലെത്തുന്ന സമയത്ത് അന്നത്തെ കാലത്ത് പുല്ല് കടിക്കാൻ പുല്ലുകളില്ല. എവിടുന്നെങ്കിലൊക്കെ ഉണക്ക പുല്ലുകൾ ആളുകൾ കാശ് കൊടുത്ത് വാങ്ങിയിട്ടാണ് ഒട്ടകങ്ങൾക്കും ആടുകൾക്കും കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്കെത്തി. തങ്ങളെ വാഹനത്തിൽ നിന്ന് വീട്ടിലേക്ക് അങ്ങ് എടുത്തു വെക്കുമ്പോ ഹലീമ റളിയല്ലാഹു അൻഹ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ഒട്ടകങ്ങളും ആടുകളും ഒക്കെ അതാ തടിച്ച് കൊഴുത്ത് അകിട് നിറഞ്ഞിട്ടങ്ങനെ വന്നു നിൽക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് വന്നത് മുതൽ എല്ലാ ദിവസവും അവിടുത്തെ മൃഗങ്ങൾക്ക്, ആടുമാടുകൾ, ഒട്ടകങ്ങൾക്ക്, ആടുകൾക്ക് നിറഞ്ഞു നിൽക്കുന്ന പാലാണ്. രാവിലെ ഈ ആടുകളെയും ഒട്ടകങ്ങളെയും വിട്ടാൽ വൈകുന്നേരം തിരിച്ചു വരുന്ന നിറഞ്ഞ വയറോടെയാണ്. എന്നിട്ട് പരിസരത്തുള്ള വീട്ടുകാര് പറയാറുണ്ട്, ഹലീമ ബീവിന്റെ ആടുകൾ എവിടെയാണോ മേയുന്നത് ആ കൂട്ടത്തിൽ നമ്മുടെ ആടുകളെ വിടണം. ഹലീമ ബീവിന്റെ ഒട്ടകങ്ങൾ എവിടെയാണോ മേയുന്നത് അവിടേക്ക് നമ്മുടെ ഒട്ടകങ്ങളെയും വിടണം. ഹലീമ ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു നൽകിയ ബറക്കത്ത് കയ്യും കണക്കുമില്ലാത്ത ബറക്കത്താണ്. കാരണം ആ വീട്ടിലെത്തിയിരിക്കുന്നത് ഏറ്റവും വലിയ ഉദാരതയുടെ നേതാവായ, ഔദാര്യത്തിന്റെ നേതാവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളിലൂടെ കിട്ടുന്ന ബറക്കത്തിന് കയ്യും കണക്കുമില്ല. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ഹാരിസ് റളിയല്ലാഹു അൻഹു, ഭർത്താവിന്റെ പേരതാണ്, ഹാരിസ് എന്നാണ്. മഹാനവറുകൾ വീട്ടിലേക്ക് കയറി നോക്കുമ്പോ നേരത്തെ വെച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കളുടെ പാത്രങ്ങൾ, കൊട്ടകള് അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. പുറത്തുനിന്ന് ചന്തയെന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടൊന്നുമില്ല.
പിന്നെ അതിൽ നിന്ന് എത്ര എടുത്താലും പിന്നെ എടുക്കാനുണ്ടാകും, പിന്നെ എത്ര എടുത്താലും പിന്നെ എടുക്കാനുണ്ടാകും. ആ ഒരു ഐശ്വര്യം കിട്ടിയത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ്. തങ്ങളെ കൊണ്ട് തന്നെയാണ് ആയിഷ ബീവിക്കും വലിയ ഐശ്വര്യം കിട്ടിയത്. പക്ഷേ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അദമ്യമായ പ്രേമത്തിന്റെ, സ്നേഹത്തിന്റെ, അനുരാഗത്തിന്റെ പേരിലാണ് ഉമ്മമാരെ ആയിഷ റളിയല്ലാഹു അൻഹ ആ സുഹൃദ് അവസാനം വരെ സൂക്ഷിച്ചത്. തങ്ങൾ തൃപ്തിപ്പെട്ട് താമസിച്ചത് ഈ മുറിയിലല്ലേ, എനിക്കും ഈ ഒരൊറ്റ മുറി മതി, എനിക്ക് വേറൊരു വീട് വേണ്ട, വേറൊരു കൊട്ടാരം വേണ്ട, വേറൊരു സൗകര്യവും സംവിധാനവും വേണ്ട. പിന്നെ കിട്ടുന്നതോ അത് മുഴുവനും സേവനത്തിനാണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരല്ലേ നമ്മൾ. അവിടുത്തെ ഉമ്മത്തിനെ സഹായിക്കണം, ഉമ്മത്തിൽ ദുർബലരായ ആളുകളെ സഹായിക്കണം, അവരെ കണ്ടു വേണ്ട ഒത്താശകൾ ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്ഥാപനങ്ങളെ, സംരംഭങ്ങളെ നമ്മൾ സഹായിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ദീൻ ഇവിടെ ഇങ്ങനെ വളർന്നു വരുന്നത്. കണ്ടില്ലേ നിങ്ങൾ മദീനയിൽ ഒരു ഉമ്മാമ, ആ ഉമ്മാമക്ക് ആഖിറത്തിൽ ഒരുപാട് സ്വഹാബിമാരെ ഒത്താശയുണ്ടാകും. സ്വഹാബിമാര് പറയാറുണ്ട്, വെള്ളിയാഴ്ച എന്ന് കേൾക്കുമ്പോ വലിയ സന്തോഷമാണ്. നമുക്ക് വെള്ളിയാഴ്ച എന്ന് കേൾക്കുമ്പോ സന്തോഷം എന്താ അറിയാം? ഏതാ ജില്ല? മലപ്പുറം ജില്ലല്ലേ? പാലക്കാട് ജില്ല. ഇവിടെയും വെള്ളിയാഴ്ച അറിവില്ലേ? വെള്ളിയാഴ്ച എന്ന് കേൾക്കുമ്പോഴേക്ക് ഒരിറച്ചിയും കൂട്ടാനുണ്ടാകും. അത് വല്ലാത്തൊരു സന്തോഷമാണ്. ആഘോഷത്തിന്റെ ദിവസമാകുമ്പോ കുറച്ചൊന്നും കുറക്കാൻ പാടില്ല എന്നുള്ള. മലപ്പുറത്തേക്കാണ് 2 കിലോ 3 കിലോ എങ്കിലും വാങ്ങണ്ടേ, നേരെ വെള്ളിയാഴ്ച ആവുള്ളൂ. പെരുന്നാളാകുമ്പോ ഒരു 5-6 കിലോ വാങ്ങണം. അതൊരു സന്തോഷമാണ്. സ്വഹാബത്തിന് വെള്ളിയാഴ്ച എന്ന് കേൾക്കുമ്പോ ഒരു സന്തോഷമാണ്. എന്താ കാരണം? അന്ന് നല്ലൊരു കൂട്ടാൻ വെച്ചു കൊടുക്കുന്നൊരു വല്യമ്മയുണ്ട്. മദീനത്തൊരു വല്യമ്മ. ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ സ്വഹാബത്തിൽപ്പെട്ട ഒരു സംഘം ആളുകളാ വല്യമ്മയുടെ വീട്ടിലേക്കാ പോകുന്നത്. എങ്ങനെയാണ് കൂട്ടാൻ വെക്കുന്നത്? വ്യത്യസ്ത പച്ചക്കറികളുടെ ഇലകളും, നമ്മൾ സാധാരണ കഴിക്കുന്ന ബീട്രൂട്ട് ഉണ്ടല്ലോ, ആ ബീട്രൂട്ടും ഉപയോഗപ്പെടുത്തിയിട്ടൊരു കൂട്ടാനാണ്. നല്ലൊരു കൂട്ടാനങ്ങ് വെച്ചു കൊടുക്കും. അതുകൊണ്ട് വെള്ളിയാഴ്ച വരുന്നത് വലിയൊരു സന്തോഷമാണെന്ന് സ്വഹാബത്ത് പറയാറുണ്ട്. നാളെ ആഖിറത്തിൽ ആ ഉമ്മ എത്ര വലിയ ഭാഗ്യവതിയാണ്. ഇത്രയും സ്വഹാബത്തിന് ഭക്ഷണം കൊടുത്തതിൽ ആ ഉമ്മാക്ക് ആഖിറത്തിൽ വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരങ്ങളെ, കഴിവിന്റെ പരമാവധി അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുക. അതും വിജയികളുടെ ലക്ഷണമായിട്ടാണല്ലോ ഖുർആൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കണം. തങ്ങളെങ്ങനെ സഹായിക്കല്? തങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ദീനിനെ സഹായിക്കണം. ആ ദീനിനെ സഹായിക്കുന്നതിൽ പ്രധാനപ്പെട്ട മാർഗമാണ് ദീന് പഠിക്കുന്ന മുതഅല്ലിമീങ്ങള്, അത് പഠിപ്പിക്കുന്ന ഉലമാക്കള്, ഉസ്താദുമാര്, അവരെ സ്നേഹിക്കുക, സഹായിക്കുക. വ്യത്യസ്ത സംരംഭങ്ങളാണ് നമ്മുടെ ഈ സ്ഥാപനത്തിലുള്ളത്. എല്ലാം അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. കഴിവിന്റെ പരമാവധി സഹായങ്ങൾ ചെയ്യണം. ഇന്നലെയും തങ്ങളെ കയ്യിൽ വാഗ്ദാനങ്ങൾ നൽകിയവരുണ്ട്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു മുതഅല്ലിമിന് നമ്മളെ വക ഭക്ഷണം കൊടുത്താൽ ആ മുതഅല്ലിം വളർന്നു വരുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് ധാരാളം ദീനിന്റെ ഖിദ്മത്താണ്. ഒരാളിൽ അത് നിക്ഷിപ്തമാകുന്നില്ല, പിന്നെ അതൊരു പരമ്പരയായിട്ട് ഒഴുകുകയാണ്. വിവിധ നാടുകളിലൂടെയുള്ള ഖിദ്മത്തിൽ നമുക്ക് എണ്ണം വർദ്ധിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീനിനുള്ള വലിയ സഹായമാണ്. സഹായിക്കുമ്പോഴേ നമ്മൾ വിജയിക്കുള്ളൂ. വിശ്വസിച്ചാൽ മാത്രം പോരാ. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു. മുത്തനബി തങ്ങളെ വിശ്വസിക്കണം, ബഹുമാനത്തോടെ തങ്ങളെ സ്നേഹിക്കണം. വനസറൂഹു, അവിടുത്തെ ദീനിനെ സഹായിക്കണം. തങ്ങളെ സഹായിക്കാന്നാണ് ദീനിനെ സഹായിക്കലാണ്. ഖുർആൻ, അതിന്റെ വിശദീകരണങ്ങൾ പിൻപറ്റി ജീവിക്കണം. ഈ 4 സ്വഭാവങ്ങളുള്ള ആളുകൾ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കലാണ് അവിടുത്തെ ദീനിനെ സഹായിക്കൽ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വിശുദ്ധമായ ദീനിനെ നല്ലോണം
നല്ലോണം സഹായിച്ച് കഴിവിന്റെ പരമാവധി സഹായിച്ച് ഉപയോഗപ്പെടുത്താനുള്ള ഐശ്വര്യം അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. സമൃദ്ധിയിൽ അല്ലാഹു നമുക്ക് ബറക്കത്ത് ഏറ്റി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ദുആയിലേക്ക് കടക്കുകയാണ്. ഒരൊറ്റ കാര്യം സൂചിപ്പിക്കുകയാണ്. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമാണ് വരുന്നത്. തങ്ങളാണ് ഏറ്റവും വലിയ വസീല. തങ്ങളെയാണല്ലോ നമ്മൾ നന്നായി സ്നേഹിക്കേണ്ടത്. അള്ളാഹുവിനോട് മുഅ്മിനീങ്ങൾക്കുള്ള ഹുബ്ബുണ്ടാകാൻ ആ ഹുബ്ബിന് വലിയ വസീല അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തങ്ങളെ സ്നേഹിക്കുമ്പോൾ അവിടുത്തെ ചാരത്ത് എത്താൻ മുഹിബ്ബീങ്ങൾ വല്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ. വിശ്വാസികൾ മദീനയിലേക്ക് അവലംബിക്കും. മദീനയിൽ ചെല്ലാൻ അവരുടെ മനസ്സ് എപ്പോഴും ആശിക്കും. കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ. പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങും പോലെ വലിയൊരു കാവൽ അതിന്റെ മാളമാണ്. ആരും കാണാതെ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ അതിന്റെ വാസസ്ഥലം അതാണ്. വിശ്വാസിയുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നത്, സമാധാനം ലഭിക്കുന്നത് വിശ്വാസികളുടെ കേന്ദ്രമായ മദീനയിലേക്ക് അവർ ചെന്നെത്തുമ്പോഴാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ മദീനയിലെത്തുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം അവിടുത്തെ ഒന്ന് സിയാറത്ത് ചെയ്യലാണ്. മദീന പള്ളിയിൽ നിസ്കരിക്കൽ മാത്രമല്ല, മദീന പള്ളിയിൽ ഖുർആൻ ഓതൽ മാത്രമല്ല, അതിനേക്കാളും വലുതാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് കിട്ടുന്ന സന്തോഷം ചെറുതല്ല. അതുകൊണ്ടല്ലേ സ്വഹാബിമാർ മുഴുവനും നോക്കി നിൽക്കേ തങ്ങളെ ദഫൻ ചെയ്ത ശേഷം ഖബറിലേക്ക് വെച്ച ശേഷം സ്വഹാബിമാരൊന്നും വിട്ടുപിരിയാതെ പരിസരത്ത് തന്നെയുണ്ട്. ഖബർ മറമാടിയ ശേഷം പരിസരത്ത് അവരിങ്ങനെ നിൽക്കുന്നു. ആരുടെയും കരച്ചിൽ നിന്നിട്ടില്ല, വിഷമങ്ങൾ മാറിയിട്ടില്ല, സങ്കടങ്ങൾ പോയിട്ടില്ല. മദീന ഏറ്റവും വലിയ സങ്കടപ്പെട്ട ദിവസമാണല്ലോ തങ്ങളെ വഫാത്തിന്റെ സന്ദർഭം. അവരൊക്കെ ഒരുമിച്ച് കൂടി നിൽക്കേ ഒരഅറാബിയായ മനുഷ്യൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് വന്നു നിന്നു. എന്നിട്ടതാ ഒരു പിടി മണ്ണ് വാരിയിട്ട് തലയിലേക്കിടുന്നു. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാം. എന്നിട്ട് അറാബിയായ മനുഷ്യൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, പറഞ്ഞു തന്നു. അവിടുത്തെ വാക്കുകൾ ഞങ്ങൾ കേട്ടു, സ്വീകരിച്ചു. അല്ലാഹുവിൽ നിന്ന് ഞങ്ങൾ വഹി സ്വീകരിച്ചു. ആ വഹി ഞങ്ങൾക്ക് ഓതി തന്നു, ഞങ്ങളത് ഹൃദിസ്ഥമാക്കി. ആ വഹിന്റെ കൂട്ടത്തിൽ ഉണ്ടല്ലോ നബിയെ ഒരായത്ത്, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. വിശ്വാസികൾ സ്വന്തം ശരീരത്തോട് അന്യായം ചെയ്യുകയും തങ്ങളെ സവിധത്തിൽ അവർ വന്നു നിൽക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് അവർ പൊറുക്കലിനെ തേടുകയും ചെയ്താൽ തങ്ങളെ സവിധത്തിൽ വന്ന് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന വിശ്വാസികളുടെ വിഷയത്തിൽ തങ്ങളും ഒന്ന് ഇടപെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടുമ്പോ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, കുറ്റങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ട് അല്ലാഹ് തൗബ സ്വീകരിക്കുന്നവരായിട്ട് അള്ളാഹുവിന് അവർ എത്തിക്കുന്നതാണെന്ന് ഖുർആൻ പറയുന്നു. അള്ളാന്റെ റസൂലേ, വഖദ് ളലംതു നഫ്സി, ഞാൻ എൻ്റെ ശരീരത്തോട് അന്യായം ചെയ്തിരിക്കുന്നു. തങ്ങളോട് അള്ളാഹുവിനോട് എൻ്റെ വിഷയത്തിൽ പൊറുക്കലിനെ തേടാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഞാൻ ഈ ആയത്തനുസരിച്ച് അമൽ ചെയ്യാൻ വേണ്ടി വന്ന ആളാണ്. അതുകൊണ്ട് എൻ്റെ വിഷയത്തിൽ ഒന്ന് ഇടപെടണം നബിയേ.
തങ്ങളെ വഫാത്തിന് ശേഷം അവിടുത്തെ ഹുജ്റത്തു ശരീഫയുടെ ചാരത്ത് വന്ന് അല്ലാഹു തആല ഇറക്കിയ ആയത്തും ഉയർത്തിപ്പിടിച്ച് സ്വഹാബത്തൊക്കെ കേൾക്കെ തന്നെ ഒരു അറാബിയായ മനുഷ്യൻ ഇങ്ങനെ ചെയ്തപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു വിളിയാളം വന്നു, അന്നഹു ഖദ് ഗുഫിറ ലക, നിങ്ങൾക്ക് മാപ്പ് നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങളെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വലിയൊരു വസീലയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം, ആ നിലക്ക് തങ്ങളെ മഹബത്ത് വെക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മജ്ലിസിന് സബബായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.